റോമാലേഖനം 1-ാം അധ്യായം നാം ചില ആഴ്ചകളായി തുടർച്ചയായി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കും 13 വരെ 1-ാം അധ്യായത്തിന്റെ 13 മുതൽ വരെയുള്ള വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് മുതൽ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 14 മുതൽ 17 വരെ വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. ഒരു മിനിറ്റ് പോലെ കുട്ടീനെ വേറെ കസേരയിൽ മടിയിലിട്ട് കുട്ടികൾ കസേരയിൽ ഒരു ടോൺസ് ഒരു കസേരയിൽ ഇട്ടേ. ഓക്കെ, മടിയിലിട്ട കുട്ടികളെ ഒരു കസേര അല്ല ടോൺസ് ഒരു ഗ്യാപ്പ് വെടിക്കഴിഞ്ഞാൽ പറ്റില്ല. ഗ്യാപ്പ് എടുത്തിട്ട് മാറ്റി കുട്ടീനെ അതായത് കസേര. ഓക്കെ, ശരി ശരി. ആ കസേര വെടിട്ട് കഴിഞ്ഞാൽ ഗ്യാപ്പ് നമ്മുടെ സ്പേസ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ മോളെ. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 14 മുതൽ 17 വരെയുള്ള വാക്യം. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുമല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ തിരുവചന ഭാഗം നാം പറഞ്ഞാൽ ആദ്യമേ നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കണം. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ അല്ലെങ്കിൽ 3 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഈ ലേഖനത്തിന്റെ ആമുഖമാണ്. പൗലോസ് അപ്പോസ്തലൻ ലേഖകനാകുന്ന എഴുത്തുകാരനാകുന്ന പൗലോസ് അപ്പോസ്തലൻ താൻ എന്തിനു വേണ്ടി ഈ ലേഖനം എഴുതുന്നു എന്നും ഈ ലേഖനം എഴുതുന്നതിന്റെ ഉദ്ദേശം എന്ത് എന്നും വെളിപ്പെടുത്തുന്ന ഭാഗമാണ് 17 വരെയുള്ള ഭാഗങ്ങൾ. അതിൽ റോമി സന്ദർശിക്കുവാനുള്ള തന്റെ താല്പര്യത്തിന്റെ 4 കാരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു. അത് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓരോ ദിവസവും ക്ലാസ്സിലേക്ക് വരുമ്പോൾ അമ്മ ആരാധനയ്ക്ക് കണ്ടുവരുമ്പോൾ ഈ പഠന ഭാഗങ്ങൾ റോമാലേഖനം തന്നെ 16 അധ്യായങ്ങളിലേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചെത്തിക്കുന്നത് അമ്മ നല്ലതാണ്. നിങ്ങൾക്ക് മനസ്സൊരുക്കമുള്ളവരാം താല്പര്യമുണ്ട് എങ്കിലും 18 മിനിറ്റിന്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം വായിച്ചു തീർക്കാൻ കഴിയും. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ദിവസവും എത്ര പ്രാവശ്യം വായിക്കുന്നുവോ അത്രമാത്രം അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹമാണ്. ഇന്നും ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു ആഴമേറിയ ഒരു പഠന ഭാഗമായിട്ട് ഇത് നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. പൗലോസ് പറയുന്നു, ഞാൻ ഒരു കടക്കാരനാണ്. പൗലോസ് കടം കൊടുക്കുവാനുള്ള ആളുകളുടെ പേരുകൾ, വിഭാഗങ്ങളുടെ പേരുകൾ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാണ്. എന്തിന്റെ കടമാണ് പൗലോസ് കൊടുത്തു തീർക്കേണ്ടതെന്ന് നമ്മൾ അടുത്ത് ധ്യാനിക്കാം. അതിനു മുമ്പേ ഈ 4 ജനവിഭാഗം ആരാണ് എന്ന് ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. യവനന്മാരെന്ന് പറഞ്ഞാൽ തത്വചിന്തകന്മാരാണ്. പ്രസിദ്ധരാകുന്ന പല തത്വചിന്തകന്മാരും ജനിച്ചു വളർന്നത് ഗ്രീസിന്റെയും അതുപോലെ യൂറോപ്പിന്റെയും മട്ടിലാണ്. ഗ്രീക്കുകാരെയാണ് പൊതുവെ യവനന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ് അതുപോലെ തന്നെയുള്ളതായ ഒരുപാട് തത്വചിന്തകന്മാർ, പ്ലേറ്റോ തുടങ്ങിയ തത്വചിന്തകന്മാർ ഈ മണ്ണിൽ വളർന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജീവിതത്തെ ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ അരിയോപാഗിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഈ വിടുവായി എന്ന് പറയുന്നു എന്ന് നമുക്ക് കേൾക്കാന്നാ പറഞ്ഞത്. അപ്പൊ വളരെ ആഴത്തിലുള്ള തത്വചിന്തകളുടെ പഠനം നടത്തി അതിന് ധ്യാനം ശ്രദ്ധിച്ച് ആ പുതിയ പുതിയ ആശയങ്ങളുടെ പിന്നാലെ ഓടി നടക്കുന്ന ആളുകളാണ് ഗ്രീക്കുകാർ. അവർ പണ്ഡിതന്മാരാണ്.
ആരോഗ്യ ദൃഢഗാത്രന്മാരാണ്. അവരെ പ്രൈസിലോട് പൗലോസ് പറയുന്നു, ഞാൻ അവർക്ക് കടക്കാരാണ്. അതേപോലെ ഈ ബുദ്ധി മണ്ഡലത്തിലേക്ക് ശോഭിക്കുന്ന ആളുകൾക്ക് ആയിരിക്കുന്നത് പോലെ തന്നെ ബാർബേറിയന്മാർക്ക് എന്താ പറയുക, സംസ്കാരഹീനന്മാര്, ജീവിതത്തിൽ ഒരു മാതൃകയും ഇല്ലാത്തവര്, ഒരച്ചടക്കമില്ലാത്തവര്, തോന്നിയ പോലെ ജീവിക്കുന്ന അവരെ പറയുന്നത് ബാർബേറിയൻസ് എന്നാണ്, ബർബർമാർ. അങ്ങനെയുള്ളവർക്കും ഞാൻ കടക്കാരനാണ്. 3, ജ്ഞാനികൾ, വലിയ വിവേകമുള്ളവർ, അറിവുള്ളവർ, പഠനമുള്ളവർ, അവർക്കും ആയിരിക്കുന്നത് പോലെ തന്നെ ഞാൻ ആർക്കും കൂടിയാണ്, ബുദ്ധിയില്ലാത്തവർക്കും ഞാൻ കടക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം പൗലോസ് ഞാൻ കടക്കാരനാകുന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന 4 വിഭാഗത്തിലൂടെ താൻ മുഴു ലോകത്തിൽ യേശു ഇല്ലാത്ത ലോകത്തെ താൻ പറയാണ്, യേശുവിനെ കേട്ടിട്ടില്ലാത്തവർക്ക് ഞാൻ കടക്കാരനാണ്. അല്ലാതെ യേശു പൗലോസ് അപ്പോസ്തലൻ ഏതെങ്കിലും പണം കട വാങ്ങി തിരിച്ചു കൊടുക്കാത്ത ആളല്ല. ഇന്ന് പകൽ ദൈവമക്കൾക്ക് മനസ്സിലായോ? ഈ ഒരു ചിന്തയാണ് പൗലോസിന്റെ ജീവിതത്തിന്റെ ചലനാത്മകത അഥവാ സുവിശേഷ വേലയുടെ പ്രേരക ശക്തി. ഞാൻ ഒരു കടക്കാരനാകുന്നു എന്നുള്ളതാണ്. ഒരു കടക്കാരൻ, ഒരാള് കടക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വാസ്തവത്തില് ഒരാൾ കടക്കാരനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയ അർത്ഥം എന്താണ്? നിങ്ങൾ ആരും കടം വാങ്ങിച്ചിട്ടുമില്ല, ആരും കൊടുത്തിട്ടുമില്ല, അല്ലല്ലോ. കടക്കാരൻ ദാരിദ്ര്യം അല്ലല്ലോ. എത്രയോ ഇതിൽ ലോൺ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് നിങ്ങൾക്ക് കടന്നറിയില്ലെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി അതിന് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഞാൻ ഒരാളിൽ നിന്നൊരു കടം വാങ്ങിച്ചു, 1 രൂപ. ഞാൻ ജോബിയുടെ കയ്യിൽ നിന്ന് ഒരു 1000 രൂപ വാങ്ങിച്ചു. ഞാൻ ജോബി എനിക്ക് തന്ന 1000 രൂപ ഞാൻ തിരിച്ചു കൊടുക്കാത്തോളം കാലം ഞാൻ അത് കടക്കാരനാണ്, ജോബിക്ക് കടക്കാരനാണ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് കടം എന്നുള്ളത്. ഓക്കെ, ഇതാണ് സാധാരണ രീതിയിൽ കടം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതല്ലാത്തൊരു കടവുണ്ട്. പൗലോസ് ഉദ്ദേശിക്കുന്ന, പൗലോസ് വിവക്ഷിക്കുന്ന, പൗലോസ് നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കടം ഇതല്ല. ആ കടം എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. ഞങ്ങള് കാനഡയിൽ പോയി, ഞാൻ ബസ്സിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലത്തുള്ള ഒരാൾക്ക് അവിടെയുള്ള ഒരാൾ പറയാണ്, പാസ്റ്റർ ഏതായാലും നാട്ടിൽ പോയല്ലേ, ഞങ്ങളുടെ ഇന്ന മോള് അല്ലെങ്കിൽ മോൻ അവിടെയുണ്ട്, അവർക്ക് ഇതൊന്ന് കൊടുക്കാവോ? ഞാൻ അത് ഏറ്റുവാങ്ങി, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അത് ഏറ്റുവാങ്ങിയ ദിവസം മുതൽ ഞാൻ കടക്കാരനാണ്. ആർക്ക്? ഒരാൾക്കല്ല, 2 പേർക്ക് ഞാൻ കടക്കാരനാണ്. അല്ലേ? ഓക്കെ, 2 പേർക്ക് ഞാൻ കടക്കാരനാണ്. ഒന്ന്, ഞാൻ ആരിൽ നിന്ന് ഏറ്റുവാങ്ങിയോ ആ മനുഷ്യൻ ഞാൻ കടക്കാരനായി. ആ മനുഷ്യനുള്ള കടപ്പാട് എന്താണ്? ഞാൻ ഈ ഏറ്റെടുത്തത് അദ്ദേഹം എന്നെ ആർക്ക് കൊടുക്കുമെന്ന് യോഗിച്ചുവോ ആ ആൾക്ക് കൊടുക്കുവോളം ഞാൻ അയാൾക്കും ആർക്ക് കൊടുക്കണമോ അവർക്കും ഞാൻ കടക്കാരനല്ലേ. ഈ വസ്തു, ഏറ്റെടുത്ത വസ്തു തിരിച്ചു കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആർക്ക് വേണ്ടി ഉദ്ദേശിച്ചുവോ അവരുടെ കയ്യിലെത്തുവോളം ഞാൻ തന്നവനും അത് അർഹതപ്പെട്ടവനും ഞാൻ ഒരുപോലെ കടക്കാരനാണ്. ഈ കടമാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നത്, ഞാൻ യേശു ക്രിസ്തുവിനാൽ ഞാൻ കടക്കാരനാകുന്നു എന്ന്. ആമേൻ. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യം, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ കടക്കാരാണെന്ന് തോന്നിയിട്ടുണ്ടോ? പണം കടം വാങ്ങിവെച്ച കടമത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇന്ന് പകൽ ദൈവമക്കളെ, വലിയവനാകുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ കടങ്ങളെ എഴുതിയിട്ടുണ്ട്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ദൈവം നമ്മെ വിടിവിച്ചു. പാപത്തിന്റെ ശാപത്തിൽ നിന്ന് ദൈവം നമ്മെ വിടിവിച്ചു. നാം ദൈവത്തിൽ നിന്ന് ഒരു വലിയ രക്ഷ ദൈവകൃപയിൽ ഏറ്റുവാങ്ങിയവരാണ്. ഇതിന്റെ അകത്തിരിക്കുന്ന രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട എല്ലാ ദൈവമക്കളും. എന്നാൽ ഇന്ന് വരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വേറൊരാൾക്ക് കർത്താവിനെ യേശുവിനെ അറിയാത്ത,
മനസ്സമാധാനമില്ലാത്ത, സന്തോഷമില്ലാതെ, യേശുവില്ലാതെ മരണത്തിൽ നിന്ന് അവൻ മൃത്യുവിനാൽ മേക്കപ്പെട്ട് പാതാളത്തിന്റെ ആളുകളായി അവേ ഇതം കൈവലങ്ങറിയാതെ അവേ പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ട് അവൻ നിത്യശിക്ഷാവിലേക്ക് പോകുന്നവർക്ക് കൊടുക്കുവാൻ നിന്റെ കരത്തിൽ ഏൽപ്പിച്ച സുവിശേഷം നീ എപ്പോഴെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കട മാറ്റി കൊടുത്തിട്ടുണ്ടോ? അവൻ തീർത്തിട്ടുണ്ടോ? ദൈവമക്കളെ പൗലോസ് പറയുകയാണ്, ഞാൻ കടക്കാരനാണ്, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമൈതലേ, ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ അറിയിക്കേണ്ടതല്ല സുവിശേഷം. ഏതെങ്കിലും ഒരു ക്യാമ്പിൽ പോയിട്ട് ട്രാക്ട് കൊടുക്കുന്നതല്ല. അവൻ എന്തെങ്കിലും ആരെങ്കിലും കൂട്ടിപ്പിടിച്ചാൽ അവർ കൂടെ പോകുന്നതല്ല സുവിശേഷം. നിന്റെ ഉള്ളിൽ ദൈവം ഏൽപ്പിച്ച ഒരു കടമുണ്ട്. അത് നിന്റെ ജീവിതത്തിൽ നീ കൊടുത്തു തീർത്തില്ലെങ്കിൽ ഹല്ലേലൂയ, ദൈവ സന്നിധി നീ കുറ്റക്കാരനാ. പാഠം പ്രാർത്ഥിക്കുന്ന നല്ലതാ. കടം തീർക്കണം. പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ ബാർബർമാർക്കും യവനന്മാർക്കും ബുദ്ധിഹീനർക്കും സകല മനുഷ്യർക്കും ഞാൻ എന്താണ്? ഞാൻ കടക്കാരൻ ആകുന്നു എന്നാണ്. യേശു ക്രിസ്തു നിന്റെ കയ്യിൽ ഏൽപ്പിച്ച സുവിശേഷം. നമ്മുടെയൊക്കെ ധാരണ പാസ്റ്റർ പോയിട്ടല്ല അത് പറഞ്ഞോട്ടെ എന്നാണ്. അങ്ങനെ ഒരു സുവിശേഷം ഇല്ല. നീ രക്ഷിക്കപ്പെട്ടോ? നീ ദൈവകൃപയിലാണോ? സുവിശേഷമാണോ നിന്നെ രക്ഷിച്ചത്? എങ്കിൽ ആ സുവിശേഷം തന്നെ നിനക്ക് കടപ്പാടുണ്ട്. വാർഷിക ദശാംശം തന്നെ തീരുന്നതല്ല ഈ കടം. സ്തോത്രകാഴ്ച ഇട്ട തീരുന്നതല്ല ഈ കടം. പാവങ്ങളെ സഹായിച്ച തീരുന്നതല്ല ഈ കടം. ഈ കടം തീരണമെങ്കിൽ നീ യേശുവിനെ സാക്ഷിക്കണം. യേശുവിനെ അറിയാത്തടത്ത്, നമ്മൾ നല്ല മാമെ പുള്ളി ചമയുന്നതേ നമ്മൾ ആരോടും സുവിശേഷം പറയാത്തത് കൊണ്ടാണ്. ഞാനിങ്ങനെ പൗലോസ് പറയുന്ന വാക്കുകൊണ്ട് എനിക്ക് രക്ഷയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൗലോസ് രക്ഷയില്ലെന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് പറയല്ല, നാണം കെടുത്തിട്ട് എത്ര പ്രാവശ്യം പൗലോസിന് വിടുവായൻ എന്തെല്ലാം പേരുകള് ഇവന് വിളിച്ചു. എത്രമാത്രം ജനങ്ങൾ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി. വെച്ചിട്ടാണ് ചത്തു വിചാരിച്ച് ചാലേക്ക് വെച്ചിട്ട് പോയി. എന്നിട്ടും ആ ദൈവഭക്തൻ പറയുന്നു, എനിക്ക് ലജ്ജയില്ല ഈ സുവിശേഷത്തെ പ്രതികരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഞാൻ ഇന്നും ആ ഭാഗം വായിക്കുമ്പോൾ കഴിയും. രാജാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിസ്താരത്തിൽ നിൽക്കുന്ന രാജാവിന്റെ മുമ്പിൽ തന്റെ കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഈ ചങ്ങല ഒഴികെ, എന്റെ കരത്തിൽ കിടക്കുന്ന ചങ്ങല ഒഴികെ നിങ്ങളെല്ലാവരും എന്നെ പോരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പല ദൈവമക്കളെ, ദൈവസഭയുടെ ദൈവജനത്തിന്റെ ജീവൻ നമ്മൾ പെട്ടെന്ന് എല്ലാവരും പറയും ആരാധനയാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ആരാധിക്കാനല്ല. അത് തെറ്റിദ്ധാരണയായിട്ട് ഈ കുറെ ആളുകൾ ഇളക്കപ്പെരുപ്പത്തിന് ആളുകൾ പഠിപ്പിച്ചതാ. ആരാധിക്കാനല്ല. ദൈവം നമ്മെ സൃഷ്ടിച്ചത് എന്തിനാണ്? ദൈവം നമ്മെ സൃഷ്ടിച്ചത് എന്തിനാ? അതുകൊണ്ട് ആരാധന അല്ല, അതല്ല. ദൈവത്തോടുകൂടെ വസിക്കാൻ, ദൈവത്തെ ആരാധിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ലോകത്തിലുണ്ട്. എന്നാൽ ദൈവത്തോടുകൂടി വസിക്കുന്ന ചുരുക്കത്തേ, ആ ചുരുക്കത്തിൽ നിന്നെ കാണുന്നു. ദൈവജനം പഠിപ്പിക്കാതെ, ദൈവജനത്തിന്റെ ആരെങ്കിലും ഇറങ്ങാൻ മനസ്സില്ലാതെ, സഭായോഗത്തിന്റെ പ്രാർത്ഥന യോഗത്തിന്റെ ആരും മുതൽ അവസാനം വരെ ജനത്തെ അന്യ ഭാഷ പറഞ്ഞിരിപ്പിക്കുന്നതായ ഉണരുകാരല്ല. നിന്റെ യഥാർത്ഥ ദൗത്യം യേശുവിനോടുകൂടെ വസിക്കുന്നതാണ്. തന്നോടുകൂടെ വസിക്കാൻ തന്റെ മഹത്വത്തെ നമ്മളെ ഈ സമ്പർക്കത്തിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് ദൈവികമായ കടമ. അങ്ങനെയുള്ളവർ ദൈവത്തെ ആരാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെയുള്ളവർ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയോ? ഇല്ല. അവന്റെ ഭക്തന്മാർ അവന്റെ മുഖം കാണും. ദൈവത്തെ കണ്ടവർക്ക് ആർക്കാണ് ആരാധിക്കാൻ പറ്റാതിരിക്കുന്നത്? ഒരിക്കൽ
നമ്മുടെ ഈ സഭയിൽ ഒരു സഹോദരിയുണ്ട്. ഇപ്പൊ ഇല്ലേ, നമ്മുടെ ഇവിടെയല്ല, അവര് പിന്നീട് പോയി വന്ന് സഭ വിട്ടു പോയല്ല, ശുശ്രൂഷ മറ്റവരോട് വിട്ടുമാറുകയൊക്കെ ചെയ്തു. ആ കുഞ്ഞ് ഇവിടെ വന്നിരുന്ന് പാട്ട് തുടങ്ങിയാൽ ആശീർവാദം പറയാൻ ദോഷം പറയും. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ഒരിക്കൽ ചോദിച്ചു, മോളെ എന്താ നീ ഇങ്ങനെ ചെയ്തേ? ആരംഭം തൊട്ട് അവസാനം വരെ നീ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടെ നമ്മുടെ സഹോദര സഹോദരന്മാർ സാക്ഷി പറയില്ലേ? നീ എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി സാക്ഷിക്കുകയോ? അവർ സാക്ഷിക്കുമ്പോൾ അവർ ഹൃദയത്തിന്റെ വേദനകളും കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ അല്ലേ പറയുന്നത്? അത് കേട്ടിട്ട് ദൈവമക്കളാകുന്ന നമ്മൾ വേണ്ടേ പ്രാർത്ഥിക്കാൻ? അപ്പൊ നീ കേൾക്കുന്നില്ലല്ലോ. ഞാൻ ദൈവത്തിന് പ്രസംഗിക്കുമ്പോൾ ദൈവം മനസ്സിലാക്കാറുണ്ടോ? ഇല്ല. കാരണം കേൾക്കില്ല. അവിടെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഇതൊരു ഓർഡർ അല്ലല്ലോ കുട്ടി. എന്താന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞ കാര്യം, ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത് ആത്മാവിൽ ആരാധിക്കണം, അത് വന്നിരുന്ന തുടങ്ങി അവസാനം വരെ ആരാധിക്കണം എന്നാണ്. എങ്ങനെയുണ്ട്? നമ്മൾ സഭയിൽ വരുമ്പോൾ എന്തുണ്ട്? പ്രബോധനം, സങ്കീർത്തനം, പാട്ട്, ഇതെല്ലാം ഇതിനടുത്തുണ്ട്. ഇതൊന്നും ഇവർക്ക് ബാധകമല്ല. ദൈവവചനം കേൾക്കാതെ എങ്ങനെ നീ നിലനിൽക്കും? അവരെ സഹോദരി സഹോദരന്മാരെ വേദനകളിൽ പങ്കാളിത്തം വഹിക്കാതെ എങ്ങനെ കൂട്ടായ്മയിലായിരിക്കും? ദൈവമക്കളെ, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ പെൺകൊച്ചിനെ വിവാഹം കഴിച്ച സഭയിൽ നിന്ന് വേറൊരു വിവാഹം കൂടെ വന്നു. ആമേ, പ്രൈസ് ലോർഡ്. അപ്പോഴും ഞാന് ശുശ്രൂഷ നടത്തുന്ന ഞാനാണ്. ഞാൻ ചോദിച്ചു, പാസ്റ്റേ, നിങ്ങളുടെ സഭയിൽ നിന്ന് ദൈവദാസന്മാരായ എത്ര പേരുണ്ട്? അവർ പേരൊന്ന് തന്ന കാരണം ശുശ്രൂഷയിൽ പങ്കാളിത്തം കൊടുക്കുവാനാണ്. പേര് പറഞ്ഞ് ഞാൻ ചോദിച്ചു, വളരെ ശുശ്രൂഷ പിന്നെ പാസ്റ്റർ തന്നെയാണല്ലോ. അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാനല്ല പാസ്റ്റർ, എനിക്കൊന്നും ഇതിന് പ്രസംഗിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അവനാരാ? ഞാൻ ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ പേര് എഴുതി വെച്ചു. അപ്പോഴേ എനിക്ക് മനസ്സിലായത് എന്താ പാട്ടിന്റെ പ്രാർത്ഥിച്ച തുടങ്ങാൻ അവസാനമായി അന്യഭാഷ പറഞ്ഞതിന്റെ ആവശ്യകത മനസ്സിലായത് അപ്പോഴാ. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? കാര്യം മനസ്സിലായോ? ഞാനിവിടെ പ്രസംഗിക്കുന്നു, തോന്നിയതൊക്കെ പ്രസംഗിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞു. വല്ലതും എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഇല്ല, എനിക്ക് രക്ഷപ്പെടാനും പറ്റും. ഇന്ന് വരെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന വിഷയത്തിന് എന്തെങ്കിലും സംശയം തിരുവചന പ്രകാരം നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് അതിനെ ബോധ്യപ്പെടുത്താം. അതിന് നിങ്ങൾ കേൾക്കണമല്ലോ ആദ്യം. ഞാൻ എന്റെ വീട്ടിലും ഈ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നതിന് വിരുദ്ധമായി എന്റെ വീട്ടിന്റെ അകത്ത് എന്റെ ഭാര്യയോട് മക്കളോട് ജീവിക്കാൻ പെരുമാറി വരുമ്പോൾ അവർക്കും എന്നെ ചോദ്യം ചെയ്യുവാൻ ഞാൻ അവസരം കൊടുത്തിട്ടുണ്ട്. അകത്തും പുറത്തും വചനം നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് കയറി വരണം. ഇന്ന് പല ദൈവമക്കൾ മനസ്സിലാക്കുക, ഹല്ലേലൂയ, സുവിശേഷം കേട്ട നീ, സുവിശേഷത്തെ രക്ഷിക്കപ്പെട്ട നീ, നിന്നെ എത്ര അയൽ വീട്ടിൽ കയറി ചെന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചു. അമീൻ, അവരുടെ കഷ്ടതയും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേരുടെ നിന്റെ അയൽക്കാർ ഒരു ചുരുക്കി ഒരു 10 15 ഒരു 20 വീടിന് ചുറ്റാവും വിചാരിക്കും. അത്ര മതി, ഒരു 20 വീട്. അത്ര വീടുകളില്ല നമ്മുടെ പരിസരത്ത്. വേണ്ട, ഞാൻ അതാണ് ചുരുക്കുക, നമ്മുടെ അബ്രഹാം ചുരുക്കിയ പോലെ ചുരുക്കുക. 10 ഒരു 10 വീട്ടിൽ രോഗമുണ്ടായിട്ട്, കഷ്ടങ്ങളുണ്ടായിട്ട്, ഞെരുക്കമുണ്ടായിട്ട്, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, നീ ഒന്ന് കേറി ചെന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരാശ്വാസവാക്ക്. സാരമില്ലാത്ത കുഴപ്പമൊന്നുമില്ല, ഇത് വലിയ കാര്യപ്പെട്ട രോഗമൊന്നും അല്ല, അല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമല്ല. എത്രയോ ആളുകൾക്ക് എന്തെല്ലാം ഉണ്ട്. ഞങ്ങള് പ്രാർത്ഥിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം നിങ്ങളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവർ അവസരം തരുന്നുവെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചിറങ്ങി അവൻ എത്ര പേരുണ്ട്? ഒന്ന് പ്രാർത്ഥിച്ചിറങ്ങി അവർ എത്ര പേര് സഭയ്ക്കകത്ത് ഇരിപ്പുണ്ട്? നീ എന്ത് കണക്കാ കർത്താവിനൊക്കെ കൊടുക്കാൻ പോകുന്നേ? എന്ത് കണക്കാ നീ ദൈവസന്നിധിയിൽ കൊടുക്കാൻ പോകുന്നത്? കാര്യം തീർക്കുന്നൊരു ദിവസം മുമ്പിൽ വരുന്നുണ്ട്. നിന്റെ കാര്യവിചാരകത്തിന്റെ കണക്ക് തിരിച്ചേൽപ്പിക്കാൻ പറയുന്ന ഒരു ദിവസം വരുമ്പോൾ ദൈവം നിനക്കെല്ലാം തന്നിട്ടും നീ എന്തെങ്കിലും കടം കൊടുത്ത് തീർത്തോ? നമ്മൾ എന്തെല്ലാം കാര്യങ്ങളും എവിടെയെല്ലാം സന്ദർശിക്കുന്നു, എന്തെല്ലാം സന്ദർശിക്കുന്നു. നിന്റെ അടുത്ത് എടുക്കുന്നവരറിയാവോ? ഹല്ലേലൂയ. ഒരിക്കൽ
അവൻ ജീവിതത്തെ കുറിച്ച് ഒരാൾ എഴുതിയ കഥയുണ്ട്. ഒരു ദിവസം ഒരാൾ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി തനിക്ക് ഏറ്റവും ആവശ്യമായ ഒരാൾക്ക് ഫോൺ ചെയ്യുകയാണ്. അവൻ സാർ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തരാമോ? അവൻ ചോദിച്ചു എന്തിനു വേണ്ടിയാ? എനിക്കൊരു കാര്യം അങ്ങോട്ട് നേരിട്ട് പറയേണ്ടതുണ്ട്. അപ്പൊ പറഞ്ഞു ഇന്ന സമയത്ത്. അദ്ദേഹം ചോദിച്ചു ശരി നിങ്ങൾക്ക് എപ്പോൾ എത്താൻ കഴിയും? സമയം പറഞ്ഞു. നിങ്ങളുടെ വീട് എവിടെയാ? പറഞ്ഞു ഇന്ന വീട്ടില്. ഏത് സ്ട്രീറ്റില്? ഇന്ന സ്ട്രീറ്റില്. എത്ര നമ്പർ വീട്? ഇത്ര നമ്പർ വീട്. ഒന്നൊന്നും തല പൊതിച്ചോട്ടോ മതിൽക്കെട്ടിന്റെ വീതം നോക്കിയേ. ഇത് ഞാൻ പുറത്തുണ്ടെന്ന്. എങ്ങനെയുണ്ട്? തൊട്ടു വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ആരെന്നറിയാത്ത ആളുകൾ. അത് സിറ്റി ലൈഫാണ്. അവിടെ എല്ലാവരും അവനവന് വേണ്ടി ജീവിക്കുന്നവരാണ്. നമ്മൾ ഗ്രാമത്തിലല്ലേ? ഞാൻ അമേരിക്കയിലായിരിക്കുന്ന സമയത്ത് അമ്മ കുന്നകുളത്തുള്ള ജോർജ് ബൈപ്പാസ് വീട്ടിൽ 2 ദിവസം താമസിച്ചു. ഞങ്ങൾ അദ്ദേഹവും ഭാര്യയും ഞാനും ഞങ്ങൾ സ്ഥലത്തേക്ക് പോകും. രാവിലെ എഴുന്നേൽക്കും. അവിടെ പാസ്റ്റർമാർക്ക് പോലും വിശ്വാസത്തിന് വീട്ടിൽ കയറാൻ അനുവാദമില്ല. അനുവാദം ഇല്ലെന്നല്ല, മുൻകൂട്ടി ചോദിക്കണം. ഞാൻ ഇപ്പൊ ചോദിക്കുകയാണ്, ടോണിസോര ഞാൻ ഇന്ന് വൈകിട്ട് എത്ര മണിക്ക് വന്നാൽ അവിടെ കാണാൻ പറ്റുമോ? എനിക്ക് വരാൻ പറ്റുമോ? പാസ്റ്റർ അമ്മ ടോണിസോര എന്നോട് യെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ചെല്ലാൻ പറ്റുമോ? ഒരിക്കൽ ഞാൻ പോയൊരു സഭയിൽ വലിയ പ്രശ്നം എന്താണെന്നറിയോ? പാസ്റ്റർ അപ്പോയിന്റ്മെന്റ് ചോദിക്കാതെ വീട്ടിൽ കയറി വന്നെന്നുള്ളതാണ്. ഇവിടേക്ക് എപ്പോഴും കയറി വരണം നമ്മുടെ വീട്ടില്. അവിടെ ചോദിച്ച അനുവാദം തന്ന സമയത്ത് ചെല്ലാൻ പറ്റുമോ? ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ പ്രശ്നങ്ങളുണ്ട്. വീടുകളിൽ നമ്മൾ ചെന്ന് ഡോർ മുട്ടി ട്രാക്ട് കൊടുക്കാൻ നമുക്ക് അനുവാദമില്ല. പ്രൈസ് ദി ലോർഡ്. അവരെന്ത് ചെയ്യുന്നത് അറിയാമോ? ഞാൻ കൂടെ പോയി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ ഒരു ചെറിയ കിറ്റിലാക്കിയിട്ട് ഒരു CD, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള CD, ഒരു പുതിയ നിയമ പുസ്തകം, ചില ട്രാക്റ്റുകൾ എല്ലാം ഇംഗ്ലീഷിലുള്ള കവറിലാക്കി നേരം വെളുക്കുമ്പോൾ എല്ലാ വീടിന്റെയും അവിടെ മുന്നിൽ കൊണ്ടുപോയി വെക്കും. പ്രൈസ് ദി ലോർഡ്. പരിമിതികളെ ലംഘിക്കാൻ തകർക്കാനുള്ള കഴിവ് ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കണം. അവിടെ വാതിൽ തുറക്കുകയില്ല. എന്നാൽ അടഞ്ഞ വാതിൽ തുറക്കുമ്പോൾ സുവിശേഷം അവരെ സന്ധിക്കും. ഇന്ന് പല ദൈവമക്കൾക്ക് മനസ്സിലായോ? അതാണ് അകത്ത് ദൈവശക്തി. ഈ സുവിശേഷം അവൻ പാലിൽ പ്രാർത്ഥിക്കുന്ന സുവിശേഷം അകത്തുള്ളവന്റെ ലക്ഷണമാണ്. അവൻ സുവിശേഷത്തിന് സാക്ഷിയായിരിക്കുമെന്നുള്ളത്. നമുക്കൊന്നിനും നേരമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ട്രാക്ട് കൊടുക്കണമെങ്കിലുള്ള മല്ലെന്താ? ആമേൻ. സഭ തീരുമാനിക്കണം, വിളിക്കണം. പ്രൈസ് എന്നാ തന്നെ ഞെരുക്കുമ്പോ ആരാണ്? മനസ്സിലായോ? സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ സകലർക്കും കടക്കാരനാ. ഈ ബോധ്യം പൗലോസിനെ നയിച്ചു. അഥവാ എന്റെ കരതയിൽ ദൈവം സാധനം ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ലോകത്തിന് മോചനം കൊടുക്കുന്നതാ. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഇപ്പൊ നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായി നമ്മുടെ നാട്ടില്. ഇപ്പൊ കോവിഡ് വന്നു. ജനത്തിന് ലോക്ക്ഡൌൺ ആണ്. വീട്ടിന് പുറത്തിറങ്ങുവാൻ അനുവാദമില്ല. അവൻ സാധനങ്ങൾ വാങ്ങിക്കുവാൻ അനുവാദമില്ല. പണിക്ക് പോകുവാൻ അനുവാദമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ സർക്കാർ എന്നോട് പറയുകയാണ്, നിങ്ങൾ സഭയുടെ ഒരു പാസ്റ്റർ അല്ലാതെ നിങ്ങളുടെ വിശ്വാസികൾക്ക് കൊടുക്കുവാൻ, അവരുടെ ഈ അവസ്ഥയിൽ, ഈ ഇല്ലായ്മയിൽ അവർ പട്ടിണി കിടന്ന് അവൻ മരിക്കാതിരിക്കാനും വിഷമിക്കാതിരിക്കാനും ഞാൻ നിങ്ങളുടെ കയ്യിൽ കുറച്ച് വസ്തുക്കൾ ഏൽപ്പിക്കുകയാണ്. ഗവൺമെന്റ് പറയാണ് അവർക്ക് എത്ര പേരുണ്ട്? ഞാൻ പറയും ഇത്ര പേരുണ്ട്. അവർക്ക് ആവശ്യമാകുന്ന ഭക്ഷണ കിറ്റുകള്, ഭക്ഷണങ്ങളും പലചരക്ക് സാധനങ്ങളും, അവൻ അതുപോലെ ചായ, പാൽപ്പൊടി, മത്സ്യം തുടങ്ങിയ സാധനങ്ങളെല്ലാം എന്റെ കയ്യിൽ എണ്ണം നോക്കി ഏൽപ്പിച്ചു. ഞാനിവിടെ വെച്ചിരിക്കുക. എന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഞാനിവിടെ വെച്ചിരിക്കുക. നിങ്ങൾ പട്ടിണി കിടക്കുക. കടകളില്ല, പണിക്ക് പോകാൻ കഴിയുന്നില്ല, കുട്ടികൾക്ക് വിശന്നാൽ പാൽ കൊടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ കിടന്ന് ഭാരപ്പെട്ട് കരയുന്നു. ദൈവമേ, തരണമേ, കർത്താവേ, ഒരു വിടുതൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ വീട്ടിൽ സർക്കാർ അവരെ ഗുണം മുടക്കി കൊണ്ടുവന്നിട്ടിരിക്കുമ്പോ എന്നെപ്പോലെ നീച്ചൽ ഈ ലോകത്തിലുണ്ടോ? എന്നെപ്പോലൊരു ദുഷ്ട കളിക്കണം ഈ ലോകത്തിൽ ഉണ്ടാകുമോ? ഇതാണ് സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ നിന്റെ അവസ്ഥ. അപ്പോഴത്തെ കിടന്ന ആത്മക്കൾ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. നിരാശപ്പെട്ടിട്ട് അവരെ നിരാശ പ്രത്യാശയാക്കി മാറ്റുവാനുള്ള സുവിശേഷം കർത്താവ് നിന്റെ കയ്യിൽ തന്നിട്ടില്ലായിരുന്നു. നീ ശരീരം കാണാൻ പോയി, കഥ പറഞ്ഞു, അവരുടെ വിഷയം പറഞ്ഞു. നീ അറിയിച്ചായിരുന്നോ സുവിശേഷം?
മനുഷ്യൻ രോഗമായി കിടക്കുന്നു. ചികിത്സിക്കാൻ പണമില്ല, ചികിത്സിക്കാൻ പണമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചു. ഹല്ലേലൂയ. ഒരു 14 വയസ്സായ ഒരു സ്ത്രീ പറയാണ്, ഇത് കണ്ടില്ല സാറേ, 2 കട്ടിൽ തളർന്നു കിടക്കുന്ന 2 കുഞ്ഞുങ്ങൾ, അതും 2 പെൺമക്കൾ. പെൺകുട്ടികൾ എപ്പോഴെങ്കിലും സുരക്ഷിതരായിട്ടുണ്ടോ? അപ്പനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം, അമ്മയെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം, സഹോദരങ്ങളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം. തളർന്നു കിടക്കുന്ന പെൺകുട്ടികൾ 40 വയസ്സുണ്ട്. ഒരു 15 വയസ്സിന് വീതിയിലുള്ള 2 കുട്ടികളെ കാട്ടിക്കൊണ്ട് പറയുന്നു, ഞാൻ എന്ത് വിശ്വസിച്ചിട്ട് പണിക്ക് പോകും? പ്രതികരിക്കാൻ കഴിയാത്ത, എഴുന്നേറ്റോളം കഴിയാത്ത, തളർന്നു കിടക്കുന്നതിന്റെ കുഞ്ഞുങ്ങളെ വിട്ട് ഞാൻ എങ്ങനെ ഓടും? എവിടെ ഞാൻ പണിക്ക് പോകും? ഞാൻ പണിക്ക് പോകാതെ ആരും ഞങ്ങൾക്ക് ഭക്ഷണം തരും? ദൈവമക്കളെ മനസ്സിലായോ? വിലപിക്കുന്ന ഒരു 10 ജനങ്ങളുടെ കണ്ണുനീർ എനിക്കതിന് സാക്ഷി നിൽക്കരുത്. കണ്ണുനീര് ചില ജീവിതങ്ങൾ എനിക്കതിനെ സാക്ഷി നിൽക്കരുത്. എന്റെ അയൽവാസി ഒരു സഹോദരി ഉണ്ടായിരുന്നു, എന്റെ അയൽവാസി ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, എന്റെ വീടിന്റെ അടുത്തൊരു വിശ്വാസ കുടുംബം ഉണ്ടായിരുന്നു. അവരെന്നെ കണ്ടില്ല, അവരെന്നെ തിരിച്ചറിഞ്ഞില്ല, അവരെന്നെ ഒന്ന് ആശ്വസിപ്പിച്ചില്ല, അവരെന്റെ കണ്ണുനീര് തുളച്ചില്ല, ഒരു ഊർവ്വചോദനയ്ക്ക് തന്നില്ലെന്ന് പറയാനിടയാകുമോ? നമ്മളങ്ങനെ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി മാറി മാറി കഴിക്കുമ്പോൾ അപ്പുറത്തുള്ളവന്റെ വേദന അറിയാതെ പോകുമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു. ഞാൻ ഇതിനു വേണ്ടിയാ പറഞ്ഞത്. റോമലേഖനം നമ്മൾ പഠിക്കണം, നമ്മളൊന്ന് മാറണം, നമ്മുടെ ചിന്താഗതികൾ മാറണം. പണം സമ്പാദിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി, കൂടുതൽ മോഹിച്ച്, കൂടുതൽ പ്രൊജക്ട് ചെയ്ത് ആൾക്കാരുടെ മുമ്പിൽ ഇത് കണ്ട്, ഇതൊന്നും അല്ല സുവിശേഷം, ഇതല്ല ക്രിസ്തീയ ജീവിതം. നാം ഇവിടുത്തുകാരല്ല കേട്ടോ, നാം ഇവിടുത്തുകാരല്ല. നാം ഇങ്ങനെ വയസ്സാകുമ്പോൾ സൂക്ഷിക്കുകയാണ് പണം. ചെലവഴിക്കാൻ കറൻസി എന്ന പേര്, നോട്ടിന്റെ പേരെന്താണ്? നമ്മുടെ ചെലവഴിക്കുന്ന ഏത് രാജ്യത്തിലെ രൂപയുടെ പേരെന്താണ്? കറൻസി. മക്കളൊന്ന് പറഞ്ഞ കറൻസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നോട്ടല്ല, കറൻസിക്ക് ഒരു അർത്ഥമുണ്ട്. കൈമാറ്റം ചെയ്യുന്നത്, വിനിമയം ചെയ്യുന്നത്. ബാങ്കിൽ കൊണ്ടിട്ടാല് സൂക്ഷിക്കാൻ പോയാൽ അത് കറൻസി ആകുമോ? നിങ്ങളൊരു 10 ലക്ഷം രൂപ ബാങ്കിലുണ്ടെന്ന് വിചാരിക്കുക. പെട്ടെന്നൊരു വലി പിടിച്ചു, അവശനായി കിടന്നു. മലങ്കര ആശുപത്രിയിൽ പോകുമ്പോ ആദ്യം ചോദിക്കുന്നു 250 രൂപ രജിസ്ട്രേഷൻ, പിന്നെ 4 ടെസ്റ്റ് എഴുതി ഒരു 1000 രൂപ. നിങ്ങളുടെ കയ്യിൽ കാശില്ല, നിങ്ങൾക്ക് ബാങ്കിലുണ്ട് കാശ്. നിങ്ങൾ പറയണേ ബാങ്കിൽ കാശുണ്ട്, അത് പിന്നെ ആ കിട്ടുമ്പോ തരും. സമ്മതിക്കവര് എന്റെ കാശില്ലാത്തതുകൊണ്ടാണോ? വിനിമയം ചെയ്യേണ്ടെന്ന പണം നിക്ഷേപിക്കാനുള്ളതല്ല, നിക്ഷേപിക്കുന്നത് വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം സ്വർഗത്തിലാണ്. സ്വർഗത്തിലാണ് നിക്ഷേപിക്കേണ്ടത്. സമയാസമയങ്ങളിൽ ദൈവം നമുക്ക് ആവശ്യമായി തരും. അതാണ് ദൈവാശ്രയമുള്ള ഒരു കൃത്യമായ വ്യവസ്ഥാപിതമായ ആശ്രയ ജീവിതം നമുക്കുണ്ടാകണം. നാളേക്കുള്ളത് തരുന്നതല്ല, നാളേക്ക് തരുന്നതാണ് ദൈവത്തിന്റെ വിശ്വസ്തത. രാത്രി അത്താഴം കഴിഞ്ഞ് അട്ടിങ്കലും ഓടി വെച്ചോ, അവർ ഭംഗിയില്ലെങ്കിലും നാളേക്ക് അവിടെ ഉണ്ടാകും. വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. ആമേൻ. പൗലോസ് പറയുന്നു, ഞാൻ പറഞ്ഞു മനസ്സിലായോ? നാം കടക്കാരനാ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ 25 വീട് വെച്ച് പ്രാർത്ഥിക്കാൻ, അത്ര വീടിന് മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു. പാസ്റ്റർ പലതും പറയും, ഇതല്ലേ നമ്മൾ വിളിച്ചു. പാസ്റ്റർക്ക് ഇതുപോലെ പലതും പറയും, പാസ്റ്റർക്ക് വേറെ പണിയൊന്നുമില്ല. ദൈവമക്കളെ, നിങ്ങൾക്ക് എന്നറിയുന്നവർക്ക് അറിയാം. ഈ കുട്ടികൾക്കും ചോദിച്ചു, ഞാനൊരു മിനിറ്റോട് ശ്രദ്ധിക്കുന്ന മനുഷ്യനല്ല. ഹല്ലേലൂയ. വളരെ ബന്ധപ്പാട് ഈ സമയത്ത് എനിക്കുണ്ട്. ഹല്ലേലൂയ. അനേകർ കടന്നു വരുന്നുണ്ട് കാണാൻ, പ്രാർത്ഥിക്കാൻ, വചനം ധ്യാനിക്കാൻ, സംശയങ്ങൾ തീർക്കാൻ. രാത്രി പകലില്ലാത്ത ആളുകൾ ഫോൺ വിളിക്കുന്നുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം പാസ്റ്റേ, ഇന്ന പോലെ വിഷയത്തിലാവണം. പണിയില്ലാത്തത് കൊണ്ടല്ല, സമയമുണ്ടാക്കിയിട്ടാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നിങ്ങൾ വാസ്തവത്തിൽ ആത്മാക്കളെ കുറിച്ച് ബോധവാന്മാരാണ്. നിങ്ങൾ കടക്കാരനാണെന്നുള്ള ബോധ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഒരു കാര്യം പറയാമോ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ എനിക്ക് എഴുതി തന്ന ആ ആളുകളുടെ പേര് ഒന്ന് എഴുതാൻ പറഞ്ഞാൽ 2 ലിസ്റ്റ് 2 ആവില്ലേ?
അന്നത്തെ മൂച്ചിൽ എഴുതിയാൽ ഇഷ്ടമാണോ ഇന്നത്തെ മൂച്ചിൽ എഴുതുന്നത്? അല്ല. കാരണം പക്ഷെ എഴുതാൻ കഴിയുന്ന ഇല്ലാന്ന് ഞാൻ പറയില്ല, കഴിയുന്നവർ ഇതിന്റെ അകത്തുണ്ട്. ഞാൻ പലപ്പോഴും വ്യത്യസ്തയില് പ്രാർത്ഥന വിഷയങ്ങളിൽ ആകുന്നത് ചിലപ്പോൾ അവരെ കണ്ട ചിലർക്ക് ചോദിക്കും എങ്ങനെയുണ്ട്. ഇത് കാണാത്തവർ എത്ര പേരുണ്ട് പ്രാർത്ഥന വിഷയങ്ങൾ? നമ്മുടെ ചർച്ച് ഗ്രൂപ്പിൽ തന്നെ പ്രത്യേക വിഷയങ്ങൾ അടിയന്തര പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടവർ എത്ര പേരുണ്ട്? ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഞെക്കും നമ്മുടെ വിശ്വാസികളുടെ ഹൃദയവേദന കാണുന്നില്ല. ഞാനൊരു സഹോദരന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ഓപ്പറേഷനാണ്. നിങ്ങൾ വളരെ ക്രിട്ടിക്കലാണ് ദൈവമക്കളെ. ഒരു കുടുംബം കാനഡയ്ക്ക് എടുക്കുക. ആകാത്വാനിക്കുന്ന മനുഷ്യൻ പണിയിൽ ആകെ വീണിട്ട് നട്ടല് ചതഞ്ഞു എടുക്കുക. ശരീരം തളർന്നു. ഇവിടെ എല്ലാം ഈ ഇതിന് എന്തൊക്കെ കേടുവന്ന് കൈകാലുകൾ തളർന്നുകൊണ്ടിരിക്കുന്നു. തന്റെ സർജറി കഴിഞ്ഞു. ഞാൻ സർജറിക്ക് വേണ്ടി വിളിച്ചു നമ്മുടെ ഗ്രൂപ്പിലിട്ടിരുന്നു. ചിലരെങ്കിലും വിളിച്ച് ചോദിച്ചു, പാസ്റ്ററെ ആ സഹോദരൻ എങ്ങനെയുണ്ട്? നമുക്കൊരു അന്വേഷണം. ഞാൻ കഴിഞ്ഞ ദിവസം ആ സഹോദരൻ ആശുപത്രിയിൽ തിരിച്ചു നമ്മുടെ ആശുപത്രിയിൽ എങ്കിലും കീഴിലെ സർജറി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ഞാൻ അതും വിട്ടിട്ടായിരുന്നു. അദ്ദേഹം ആദ്യം വിളിച്ചെന്ന വീഡിയോ കോളിൽ വന്നുകൊണ്ട് പറഞ്ഞു, പാസ്റ്ററെ കർത്താവ് ആശ്വാസം തന്നു. എന്റെ കൈ അനങ്ങി തുടങ്ങി. സഭയോട് നന്ദി പറയണം. അദ്ദേഹത്തിന് അറിയാം എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ വളരെ സ്നേഹിക്കുകയും വളരെ ആത്മീയമായി നല്ല നിലവാരത്തിൽ സാമ്പത്തിക ശേഷി നല്ല വലിയ നിലയിലുണ്ടെങ്കിലും വളരെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ സഭയോട് വീഡിയോ കോളിൽ വന്ന് പറഞ്ഞു. ഞാൻ അതും വിട്ടിരുന്നു. ദൈവമക്കളെ എപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ വേദനകളിൽ ഒരു ചെറിയ പങ്കാളിത്തം വഹിക്കുന്നു. കഴിഞ്ഞ ദിവസം വളരെ നല്ല ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ഇന്ന് ചിന്തമൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നിങ്ങൾ കാണണമെന്ന് നിർബന്ധമില്ല. രാവിലെ ഇട്ടതുകൊണ്ട് നിങ്ങളത് കാണണം. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ഇഷ്ടംപോലെ നല്ല നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു കല്യാണ വേളയിൽ ശുശ്രൂഷയിൽ ഡോക്ടർ ജേക്കബ്, നമ്മുടെ അവിടെ ഒന്ന് ശുശ്രൂഷ കർത്താവിന്റെ ദാസനാണ് ഡോക്ടർ ജേക്കബ്. അദ്ദേഹത്തിന്റെ സാക്ഷ്യം അത് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ ആരെങ്കിലും 2 പേരെ കണ്ടുള്ളൂ, ബാക്കി ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ഞാൻ കാല് പിടിച്ചെങ്കിലും പറഞ്ഞു, നിങ്ങളത് കേൾക്കണം. വചനം കേൾവിയാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. എത്ര പേർക്ക് വർദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ഓക്കെ, പോട്ടെ. അപ്പൊ പൗലോസ് പറയുന്നു, ഞാൻ എല്ലാവർക്കും കടക്കാരനാണ്. ഇനി അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചേ. 1:15. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ എന്നാലാവോളം. ഒന്നും കൂടെ വായിച്ചോ, എല്ലാവരും ശ്രദ്ധിച്ചോളാം കേട്ടോ. ആ വാക്യം വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വാക്യമാണത്. ഒന്നും കൂടെ വായിച്ച പ്ലീസ്. ഇനി നിർത്തി വായിച്ചോണേ. അങ്ങനെ റോമയിലുള്ള നിങ്ങളോട്. ഒരു മിനിറ്റ്. റോമയിലുള്ള നിങ്ങൾ ആരാണ്? റോമയിലുള്ള നിങ്ങൾ, റോമയിലുള്ള ദൈവസഭ അല്ലെ? ഈ ലേഖനം കഴിഞ്ഞത് വിശുദ്ധന്മാരും ദൈവത്തിന് പ്രിയന്മാരുമായവർക്ക് ആയ റോമിലുള്ള സഭയ്ക്കാണ് ഈ ലേഖനം എഴുതുന്നത്. ആരാണ് അവര്? വിശുദ്ധന്മാരും ഒന്നാം വാക്യങ്ങളിലുണ്ട്. ഇപ്പൊ വായിക്കേണ്ട, ഞാൻ പറഞ്ഞു പോകാൻ ഇതൊക്കെ നമ്മൾ പഠിച്ചത്. ദൈവത്തിന് പ്രിയമുള്ളവരുമാണ് അവരെ. 2, ഇവരുടെ അകത്ത് വ്യാപരിച്ച വിശ്വാസം, ആ വിശ്വാസത്തിന്റെ തീഷ്ണത ലോകമെങ്ങും വിശ്വാസം വളരെ പ്രസിദ്ധവുമാണ് അല്ലെ? നമ്മൾ പഠിച്ചതല്ലേ അത്. അപ്പോൾ ദൈവത്തിന് പ്രിയമുള്ളവരും വിശുദ്ധന്മാരും അവരിൽ വ്യാപരിച്ച വിശ്വാസം ലോകത്തിലെങ്ങും പ്രസിദ്ധമായതായ ദൈവസഭയോട്, റോമിലുള്ള നിങ്ങളോട് പൗലോസ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വായിച്ച്, നിങ്ങളോടും എന്തറിയിക്കാൻ ഒരു മനസ്സിലായോ? വിശുദ്ധന്മാരും നിഷ്കളങ്ക ദൈവത്തിന് പ്രിയമക്കളും വിശ്വാസം പ്രസിദ്ധമായി ലോകത്തിലെല്ലാം മാതൃകയാകുന്ന ദൈവസഭയോട് സുവിശേഷം പറയണോ? അവരോട് സുവിശേഷം
സുവിശേഷം പറയുന്നത് ആരോടാ? സുവിശേഷം അറിയാത്തവരെ കേൾക്കാത്തവരോട്. സുവിശേഷം അറിയുകയോ കേൾക്കുകയോ ചെയ്യാത്തവരോട് സുവിശേഷം അറിയിക്കുവാൻ അവൻ ദൈവം വരവേൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല ബോധ്യമാണ്. പൗലോസ് ഇപ്പോൾ സുവിശേഷം അറിയിക്കാൻ റോമിലേക്ക് പോകുന്നത് ആരാണ്? റോമ സഭയോടാണ്. എന്താ ഈ വൈരുദ്ധ്യം? എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം? ഈ ഭാഗം ആരെങ്കിലും വായിച്ചു പോയെങ്കിലും ചിന്തിക്കുന്നുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ സംശയം വരണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ എന്നോട് ചോദ്യം ചോദിച്ചു, ഉത്തരം കിട്ടിയില്ല. ഞാൻ വത്സയോട് ചോദിച്ചു, വത്സയ്ക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഇനി അത് ചെന്ന് പഠിക്കണം. ലേവ്യ പുസ്തകം ഒന്നെടുത്ത് അതിന്റെ 11-22 വാക്യം വായിച്ച് വേഗം വേഗം. ലേവ്യ പുസ്തകം 11-22. മോളെ ഒരു വാക്യം മുതൽ 21 ആയിരിക്കും. അപ്പോ നിങ്ങൾ ചിറകുള്ള ഇടജാതി, ആ വാക്യം ശ്രദ്ധിച്ചോളൂ. ചിറകുള്ള ഇടജാതി. 4 കൊല്ലം കണ്ട് അപ്പൊ 4 കാല് കൊണ്ട് നടക്കുന്ന ചിറകുള്ള ഇടജാതി. എന്താ പറയുക? നിങ്ങൾ വരുന്നുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഞാൻ പക്ഷെ അതിലും ചെറിയൊരു ക്ലൂ തരുന്നുണ്ട്. 22 വാക്യത്തിൽ വായിച്ച് മോള്. ഇവയിൽ അതത് തരം വെട്ടുകിളി, അത് തരം വിട്ടിൽ, ചിരീട്, ഇവ എന്തുകൊണ്ട് തിന്നാമെന്ന് പറയുന്നുണ്ട്. അടുത്ത വരി. 4 കാലും ചെറുതും 4 കാലുമുള്ള. അതിന് മുമ്പിലൊരു വാക്കുണ്ട് നോക്കൂ. കാലുകൾ നാം നിലത്ത് നിന്ന് ഉയരുവാൻ, കാലുകൾ കൊണ്ട് ഉയരുവാൻ, അതിൽ മാംസപേശികളുള്ള ഇടജാതി. അങ്ങനെ ഒരു വാക്കില്ല അതില്. അതിൽ അത് കംപ്ലീറ്റ് ചെയ്തില്ല. അതുകൊണ്ടാ കുഴപ്പം തന്നെ. കുഴപ്പമില്ല മോളെ, മനസ്സിലായി. 21 വാക്യം നിങ്ങൾ വീട്ടിൽ വായിക്കും. നമ്മളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നാലും ഒരു കാര്യം പറയുന്നുണ്ട്, കാലിന്മേൽ മാംസപേശിയുള്ളത്, വെട്ടുകളേക്കും പറയുന്നുണ്ട്. ഇത് നമ്മുടെ മുമ്പിൽ ചാടി പോകുന്ന വസ്തുക്കളാണ്, ഇടജാതികളല്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ ഇത് എഴുതുമ്പോൾ നിങ്ങൾക്കറിയാമോ, പാമ്പന് ഏത് വർഗത്തിൽപ്പെട്ടതാ? ഇടജാതിയോ മത്സ്യോ പക്ഷിയോ ഏതില മൃഗാവേ ഏത് വർഗത്തിൽപ്പെട്ടതാ പാമ്പ്? ഇപ്പൊ പഠിപ്പിക്കാൻ സമയമില്ല. അവയെ അദ്ദേഹത്തിൽ വ്യക്തമായി പറയുന്നു. സർപ്പം, പാമ്പ്, സർപ്പം സകല കന്നുകാലികളിൽ വെച്ച് ബുദ്ധിയുള്ളത് വായിച്ചിട്ടുണ്ടോ നിങ്ങള്? അപ്പൊ പോലെ ഏതാ ഗ്രൂപ്പ് കുടുംബം? എപ്പോഴാ ഒരു കാര്യം പോയേ? ഒന്ന് ചിന്തിക്കണേ മക്കളെ, നിങ്ങൾ വായിച്ചിട്ടല്ലേ? എപ്പോഴാ ഇതിന്റെ കാര്യം പോയേ? ശപിക്കപ്പെട്ട വന്നേ പറഞ്ഞ് ഇങ്ങനെ ഉടഞ്ഞു പോയാൽ മതി അല്ലേ? ഇന്ന് പകൽ മനസ്സിലായോ? വചനത്തിൽ സംശയം ഉണ്ടാകണം. എങ്കിലും നിങ്ങൾ വചനം പഠിക്കും. വചനത്തോട് ചോദിക്കണം. വചനം ഉത്തരം തരും. ഇന്ന് പകൽ ഇവിടെ പറയുന്നു, ഇത്രമാത്രം വിശുദ്ധരും ലോകത്തിന് സാക്ഷ്യം പ്രാപിച്ച ദൈവസഭയോട് പൗലോസ് പറയുന്നു, നിങ്ങളോട് ഞാൻ സുവിശേഷം അറിയിക്കുവാൻ എന്നെ അളവോളം ഒരുങ്ങിയിരിക്കുന്നു. എന്തു സുവിശേഷമാണ് സഭയോട് പറയാനുള്ളത്? നമ്മൾ പഠിക്കുന്നുണ്ട്, ഇന്നില്ല, അത് പിന്നീട് പഠിപ്പിക്കാം. ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു പൂർണ്ണതയല്ല. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്തല്ല? പൂർണ്ണതയല്ല. രക്ഷയ്ക്ക് അത്ര അവസ്ഥയുണ്ട്. ആരെങ്കിലും അറിയെങ്കിലും എന്ന് പറഞ്ഞേക്ക്, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. രക്ഷ എന്ന് പറയുന്നതിന് എത്ര അവസ്ഥയുണ്ട്, എത്ര ഘടകമുണ്ട്? 3. അതിലൊന്ന് നാം പ്രാപിച്ചു, ആത്മാവിന്റെ രക്ഷ. ഇതിന്റെ പേര് നീതീകരണം. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കഴിച്ച ബലിമരണത്തിലൂടെ, അതിലുള്ള വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി നാം കുറ്റക്കാരല്ല, നാം നീതിമാന്മാരാണ് എന്ന് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്, ശാപത്തിന് ശിക്ഷ ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചുകൊണ്ടത് പ്രൂവ് ചെയ്ത്, ആ ക്രൂശ് മരണത്തിൽ ആര് വിശ്വസിക്കുന്നുവോ അവൻ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ തന്നു. ഇതേ നമ്മൾ പ്രാപിച്ചത്. ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്?
പാപത്തിന്റെ ശിക്ഷയിനുള്ളിൽ കയറ്റി വെച്ചൊക്കെ നമ്മൾ പഠിക്കാൻ വിശദമായിട്ട്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ജീവിക്കുക ഈ ലോകത്തിൽ. പ്രൈസ് ദി ലോർഡ്. ദൈനംദിന ജീവിതത്തിൽ വീണ്ടും പാപങ്ങളും തെറ്റുകളും ലംഘനങ്ങളും കയറി വരുന്നു. ആമേൻ. ഈ അവസ്ഥയിൽ ഒരു വിശ്വാസി നീ രക്ഷിക്കപ്പെട്ടെന്ന് അതുകൊണ്ട് ബോധിച്ചോളം ജീവിച്ചേക്കരുത്. പലരുടെയും ജീവിതത്തിൽ ആരംഭ നാളിൽ ഉണ്ടായിരുന്ന രക്ഷകാര്യമായി ഇപ്പൊ ഇല്ല. എന്തില്ല? പലരിലും യേശു കർത്താവ് പോലും ഇല്ല. നിങ്ങൾ വിഷമിക്കാനല്ല, വിഷമിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. ഒരാത്മ പരിശോധന ആവശ്യമാണ് ഒരു ദൈവവചനത്തിന്. ദൈവമക്കൾക്ക് മനസ്സിലായോ? നമ്മളിപ്പോ അത് തുടങ്ങി രക്ഷിക്കപ്പെടുന്ന നാളിലുണ്ടായിരുന്ന സന്തോഷം, ആ വിശ്വാസം ഇന്ന് നമ്മിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. കർത്താവ് ഉണ്ടോ? ഇപ്പോൾ പലരുടെയും വ്യക്തിപരമായ ജീവിതത്തെ നോക്കി പഠിക്കുമ്പോൾ കാണുന്നത് ഇപ്പൊ അവരിൽ ക്രിസ്തുവില്ലെന്ന അങ്ങനെ അവസ്ഥയുണ്ടോ? ഗലാത്യ ലേഖനം 4-ാം അധ്യായം 19 വായിക്കുന്നു. വായിച്ചു. ഗലാത്യ 4:19. ക്രിസ്തു ഗലാത്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ എല്ലാ സഭയെ കുറിച്ച് സ്തോത്രം പറയുമ്പോൾ നിങ്ങളെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സഭയുള്ളൂ, അത് ഗലാത്യ സഭയാണ്. എല്ലാ സഭകളിലും പൗലോസ് എന്ത് ചെയ്തു? അവരുടെ വിശ്വാസത്തെയും അവരുടെ പ്രത്യാശയ്ക്ക് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം എന്ന് പറയുമ്പോൾ പൗലോസ് എഴുതി വെച്ചു, ഞാൻ നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നു എന്ന് പറയുന്ന സഭയാണ് ഗലാത്യ സഭ. നിങ്ങൾ കേട്ട സുവിശേഷം വിട്ട് ഇപ്പൊ നിങ്ങൾ എവിടെയാണ് കിടക്കണം? ഏതൊരു പുറത്തല കിടക്കണമെന്ന പൗലോസിന്റെ ഭാഷ പറഞ്ഞു. മനസ്സിലായോ? അതൊക്കെ വിട്ടുപോയി എന്നാ പറയുന്നത് പൗലോസ്. അപ്പൊ ഗലാത്യ ലേഖനം 4:19 എങ്ങനെയാണ്? ക്രിസ്തു യേശു നിങ്ങളിൽ ഉരുവാകുവോളം, യേശു നിങ്ങളിൽ ഉരുവാകുവോളം. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഉരുവാകുക എന്ന് പറഞ്ഞാൽ ഗർഭം ധരിക്കുക. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ അഥവാ പൗലോസ് പ്രസവ വേദനപ്പെടുന്നു. ഒരു കുഞ്ഞിന്റെ ജനനത്തിന് വേണ്ടി ഒരു ലേബർ പെയിൻ എന്താ പറയുന്നത്? പ്രസവ വേദന പൗലോസ് സഹിക്കുകയാണ്. ആർക്ക് വേണ്ടി? ഗലാത്യയുള്ളവർക്ക് വേണ്ടി. അവർ ക്രിസ്തുവിന് ജനിക്കാൻ. അപ്പൊ സഭയ്ക്കകത്ത് ഗലാത്യ സഭയ്ക്കകത്ത് ആരില്ല ഇപ്പോ? രണ്ടുപേരോടല്ല ഞാൻ ചോദിച്ചത്, പൊതുസഭയോട്. കേട്ടോ? എല്ലാവരും പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഉത്തരം പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ മിണ്ടാതിരിക്കരുത്. നിങ്ങളൊന്ന് പാടാം. ഒരു പട്ടണക്കാലത്ത് ഉണ്ടാകട്ടെ. അപ്പൊ ക്രിസ്തു ഇപ്പോൾ ആരിലില്ല? ഗലാത്യ സഭയിൽ ഇല്ല. അപ്പോ അവരറിയുന്ന അപ്പോസ്തലനാകുന്ന പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥന മുറിയിൽ പ്രസവ വേദനപ്പെടുകയാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേരിൽ ഇപ്പോൾ ക്രിസ്തുവുണ്ട്? യേശു ക്രിസ്തു ഇന്ന് എത്ര പേരിലുണ്ട്? നിങ്ങൾ വിശ്വാസത്തിലാണോ ഇരിക്കുന്നത്? നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന നാളിൽ, സ്നാനപ്പെട്ട നാളിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന ദൈവകൃപ വർദ്ധിപ്പിച്ചോ അതോ ഇല്ലാതെയായി പോയോ? ഒരു ആത്മപരിശോധന നടത്തുക. എല്ലാം നിൽക്കുന്നതിന് മുമ്പേ, എല്ലാം അവസാനിക്കുന്നതിന് മുമ്പേ ഒന്ന് നിൽക്കുന്നത് നല്ലതാണ്. സമയം കിട്ടുകയില്ല കേട്ടോ. സമയം കിട്ടിയെന്ന് വരില്ല. കാലം എനിക്ക് അനുവാദം തന്നെന്ന് വരില്ല. ലഭിച്ച സന്ദർഭം വിശുദ്ധിയോടെ ദൈവകൃപയിൽ സൂക്ഷിക്കുക, നമ്മെ തന്നെ പരിപാലിക്കുക. അതിനായിട്ട് ദൈവം നിന്നെ ഉയർത്തുമാറാകട്ടെ, ഉണർത്തുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തെ ഭാഗമാണ് വിശുദ്ധീകരണം. രക്ഷയുടെ രണ്ടാം വശം അഥവാ നീണ്ടു നിൽക്കുന്ന ഘടകം എന്താണ്? വിശുദ്ധീകരണമാണ്. എന്താ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ? ദൈനംദിന ജീവിതത്തിൽ പാപത്തോടുള്ള പോരാട്ടം, പാപശക്തിയോടുള്ള പോരാട്ടം. നീതീകരണം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാകുമ്പോൾ, വിശുദ്ധീകരണം പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ദൈവപരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നിന്റെ ജീവിതത്തിലേക്ക് കയറി വരുന്ന പ്രലോഭനങ്ങളെയും യൗവനമോഹങ്ങളെയും സകലവിധ ദൈവവചനത്തിന് വിരുദ്ധമായ സകല സ്വഭാവങ്ങളെയും ജയിക്കുവാൻ കർത്താവ്
നിങ്ങൾക്ക് പറഞ്ഞത്? മനസ്സിലാകുന്നോ? പഠിക്കണം ദൈവം. ഇത് വളരെ ഗൗരവപ്പെട്ട വിഷയം. പലരും മണ്ണ് രക്ഷിക്കപ്പെട്ടു, ആ വെള്ളത്തിലൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക്. അത് വ്യാമോഹമാവരുത്. നീ ദൈനംദിനം പോരാടണം. നിന്റെ ശരീരത്തിൽ പോരാടുന്ന അവയവങ്ങളുടെ പോരാട്ടങ്ങളോട്, ജഡത്തിന്റെ ചിന്തകളോട്, പാപത്തിന്റെ ഇമ്പങ്ങളോട്, പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളോട് ആത്മശക്തിയാൽ ജയമെടുത്തുകൊണ്ട് നീ പാപശക്തിയെ, ആ പാപത്തിന്റെ ശക്തിയെ ദൈനംദിന ജീവിതത്തിൽ ദൈവവചനത്തിനാൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. ഇതാണ് രക്ഷിക്കപ്പെട്ടവന് രണ്ടാമത്തെ നീണ്ടു നിൽക്കുന്ന ഏറ്റവും ദൈർഘ്യമുള്ള സമയം, ശുദ്ധീകരണം. നമ്മൾ പണ്ടപ്പച്ചന്മാര് പാടിയ പാട്ടുണ്ട്, ഈ ലോക ജീവിതം എപ്പോഴും പോരാട്ടമേ, ഈ ലോക മതി സമയമില്ല നമുക്ക് പാടാൻ. എപ്പോഴും പോരാട്ടം, അകത്തും പുറത്തും പോരാട്ടം. ശരീരത്തിന്റെ ഉള്ളിലെ, മനസ്സിന്റെ ഉള്ളിൽ ആരും കാണാത്ത ഏക മേഖലകളിലും പോരാട്ടം, പുറത്തും പോരാട്ടം. അകത്ത ശത്രുവോ വലിയ ശത്രു, കാണുന്ന ശത്രുവല്ല, കാണാത്ത ശത്രുവാ വലുത്. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ട്? കാണുന്ന ശത്രുവല്ല. മുടിയമ്പുത്രൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പന്റെ പണം സമ്പാദിച്ചു, നശിപ്പിച്ചു, അത്രയല്ലേ ഉള്ളൂ. അപ്പന്റെ പണം സമ്പാദിച്ചു, വാങ്ങി കൊണ്ടുപോയി നാനാവിധമാക്കി, പട്ടിണി കിടന്നു, അപ്പന്റെ വീട്ടിലേക്ക് വന്നു, കഴിഞ്ഞു കാര്യം. ഏട്ടന്റെ ബാബ പോലും കാണാൻ കഴിയുമോ? അവന്റെ അകത്ത് എന്താ കിടന്നിരുന്നേ? നീരസം, വൈരാഗ്യം, അസൂയ. ഹല്ലേലൂയ. അനുജ വന്നപ്പോൾ ഇത്രയും തെമ്മാടിത്തരം കാണിച്ച് മടങ്ങി വന്ന അനുജ വന്നപ്പോ സഭയ്ക്കകത്ത് സന്തോഷം വന്നു, ഇല്ലേ? മറ്റാൾ വന്നപ്പോഴോ? മറ്റാൾ വന്നിട്ടുണ്ടായേ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. അന്യഭാഷ നിന്നു, പാട്ട് നിന്നു, വിവാദങ്ങൾ നിന്നു, കലക്കം കയറി, കായ്പ കയറി, ഗ്രൂപ്പ് കയറി. അമ്മേൻ സന്തോഷിച്ച എല്ലാവരും സന്തോഷം സ്വിച്ചിട്ട പോലെ പോയി, അല്ലേ? സ്വയനീതീകരണം നടത്തുന്നവരുടെ ലക്ഷണം. അവൻ അപ്പനോട് പറഞ്ഞെന്താ? അപ്പ രണ്ട് കാര്യം ചോദിച്ചിട്ട് അപ്പൻ ഇറങ്ങി ചെന്നു അവനെ കാണാൻ. മുഖ്യമന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണല്ലോ. അപ്പൻ അങ്ങോട്ട് ചെന്നു, അപ്പൻ അങ്ങോട്ട് പറഞ്ഞില്ല, കേറിയില്ല അടുത്തേക്ക്. ഇത് നമ്മൾ ഉൾക്കൊള്ളാൻ ഈ പാട്ട് പറഞ്ഞ ചിലര് പറയല്ലേ, എന്ത് ഈ പെണ്ണിലൊന്ന് ചാറണേ ചോദിക്കാറില്ലേ? ഉള്ളി തോന്നിയിട്ടുള്ളവർക്ക് മാസത്തിലൂടെ ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇവർക്ക് വൃത്തിയില്ലേ? ഇങ്ങനെ കിടന്ന് പെണ്ണുങ്ങൾക്ക് എന്താ പറയുക, ശീലത്തൊക്കെ വേണ്ടേ? ഇല്ലേ? എന്നൊക്കെ തോന്നാറുണ്ട്. അതൊക്കെ വേണം. പക്ഷെ ഒന്നുമില്ലാത്ത നിനക്കാ നല്ലതല്ലേ? അത് എന്തെങ്കിലും ഉണ്ടാകും. ഇംഗ്ലീഷിൽ പഴമൊഴിയുണ്ട്, സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ്. ഒന്നില്ലായ്മയിൽ നിന്ന് ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഉണ്ടാവും, നല്ലതാണ്. ഇവൻ പറഞ്ഞപ്പ നീ പറയുന്നൊക്കെ ഞാൻ ചെയ്തില്ലേ? നീ എന്നോട് കൽപ്പിച്ചത് എല്ലാതും വല്ലതും ഞാൻ ചെയ്യാത്തുണ്ടോ? അപ്പൊ ഇല്ലടോ മോനെ, നീ ഞാൻ രക്ഷിക്കപ്പെട്ടില്ലേ? സ്നാനപ്പെട്ടില്ലേ? എല്ലാറ്റിനും യോഗ്യത പോണില്ലേ? കാശ് കൊടുക്കുന്നില്ലേ? പിരിവ് കൊടുക്കുന്നില്ലേ? ദശാംശം കൊടുക്കുന്നില്ല, എല്ലാം ഉണ്ട്. എന്നിട്ട് നീ എന്നോട് എനിക്ക് തന്നു എന്റെ കൂട്ടുകാരായിട്ട് സന്തോഷിപ്പാൻ. ഹല്ലേലൂയ. മനസ്സിലായോ? മറഞ്ഞു കിടക്കുന്ന പാപങ്ങളും വെളിപ്പെടുന്ന പാപങ്ങളുമുണ്ട്. വെളിപ്പെടുന്ന പാപങ്ങളെക്കാൾ വളരെ ഘോരവും ഗൗരവവും വിശലിപ്തവുമായതാണ് മറഞ്ഞു കിടക്കുന്ന വ്യക്തി ജീവിതത്തിന്റെ അകത്തുള്ള പാപങ്ങൾ. ഇവയോട് നീ പോരാടണം. ഇവയോട് നീ പ്രാർത്ഥനയിൽ പോരാടി അകത്തുള്ള കയ്പ് നമുക്കറിയാമല്ലോ. കർത്താവേ, മാറായുടെ കയ്പിനെ മാറ്റിയ ദൈവമേ, എന്റെ അകത്തിന്റെ സഹോദരനോട്, എന്റെ സഹോദരിയോട് കയ്പുണ്ട്, എനിക്കതിൽ വിടുതൽ പ്രാപിക്കണം കർത്താവേ. ആദ്യം നിങ്ങൾ തമ്മിലുള്ള സമ്പർക്കത്തിൽ മാറായുടെ കയ്പിനെ മാറ്റി അതിനെ മധുരമാക്കി തന്ന് ഞങ്ങളുടെ ബന്ധം ദൃഢമാക്കണമേ. ഈ ലക്ഷ്യത്തോടെ പ്രാർത്ഥിച്ചവരുണ്ടോ? നമ്മൾ ഭയങ്കര നീതിമാന്മാരായത് കൊണ്ട് നിന്നറിയോ? അങ്ങോട്ടില്ലേ മുട്ടിന് കുഴപ്പമില്ല. പലരും പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ, വായ തുറന്നാലല്ലേ കുഴപ്പമുള്ളൂ. എന്നാണ്ട് പോവാം, കുഴപ്പമൊന്നും വേണ്ട. ഈ എന്താണ് നീ തോറ്റു? പശുവില്ലാത്ത തോർത്ത് വൃത്തിയിടുക, അല്ലേ? പശുവില്ലാത്ത തോർത്ത് എന്താണ്? വൃത്തിയുള്ളത്.
പശുവിരിക്കുമ്പോൾ അത് വൃത്തിയാവോ? അതാ വിശുദ്ധി. അവിടെയാ വിശുദ്ധി വരുന്നത്. പശു ഉണ്ടായിരിക്കെ അതിനെ വൃത്തിയായി സൂക്ഷിച്ച് ആ തൊഴുത്തിനെ വൃത്തിയായി സൂക്ഷിക്കാൻ എനിക്ക് കടപ്പാടുണ്ട്. പശുവില്ലാത്ത നേരത്തെ എന്ത് വൃത്തിയാ പറയുന്നത്? ഇതൊക്കെ പലരുടെ നീതിപ്രസംഗം കേട്ടോ. പലരുടെ നീതിപ്രസംഗം ഞങ്ങൾ നീതിമാന്മാരെന്ന് പറയുന്ന കാര്യം എന്ന് പറയും പശുവില്ലാത്ത തൊഴുത്തിന്റെ വൃത്തിയാ. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, പാപത്തിന്റെ ശക്തിയെ ദൈവവചനം നമുക്ക് തന്നൊരു ചലഞ്ച് ഉണ്ട്, ഒരു വെല്ലുവിളി. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, യൗവനക്കാരായ സഹോദരി സഹോദരന്മാർക്ക് ദൈവത്തിന്റെ വചനം തന്നൊരു വെല്ലുവിളിയുണ്ട്. ഞാൻ നിങ്ങളെ പല പ്രാവശ്യം പഠിപ്പിച്ചതാ. ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. നിങ്ങളുടെ വെല്ലുവിളി ആരെങ്കിലും ശ്രമിച്ചു നോക്കി. ഞാൻ വിത്തിന്റെ കഥ പറഞ്ഞപ്പോൾ ഉപമ യേശു പഠിപ്പിക്കാൻ പറഞ്ഞു. വചനം കേട്ടു, സാത്താൻ അത് പക്ഷി ഒന്ന് പറക്കി കൊണ്ടുപോയി. യേശു അതിന് വ്യാഖ്യാനിച്ചു കൊടുത്തു. ആരെ പക്ഷി? സാത്താൻ. വിത്ത് എവിടെ വീണേ? അപ്പൊ സാത്താൻ എവിടുന്ന വിത്ത് എടുത്തു കൊണ്ടുപോയേ? ഈ കഥക് തുറക്കാതെ ആരെങ്കിലും സാത്താൻ ഇതിനകത്ത് കയറാവോ? വാതിൽ തുറന്നു കൊടുക്കാതെ അകത്ത് പ്രവേശിക്കുവാരെങ്കിലും ഇല്ല. അപ്പോൾ സാത്താനിന്റെ ഉള്ളിൽ വന്ന് വചനം എടുത്തുകൊണ്ടുപോയാൽ അതിനർത്ഥം എന്താ? നിങ്ങൾ ഉത്തരം കണ്ടാത്തിയാ മതി. അതല്ല, നിങ്ങളുടെ മേൽ അധികാരി പാർക്ക. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിങ്ങളിൽ ഉണ്ടായിരുന്നോ? ഇല്ല. കാരണം ഞാൻ പറഞ്ഞുതരാം, വചനത്തിന്റെ പറഞ്ഞ കുഴപ്പമില്ലല്ലോ. തെസ്സലോനിക്കയിൽ പറയുന്നു, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപരിക്കുന്നുണ്ട്. ലീക്ക് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? തടുക്കുന്നവൻ അവിടെ ഉണ്ട്. അവൻ പിശാചിന്റെ പ്രവൃത്തികളെ തടയുന്ന, പൈശാചിക ബന്ധനങ്ങൾ തകർക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് അതിനെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. തടുക്കുന്നവൻ മാറിയാൽ ആ വചനം വെച്ചിട്ട് നിങ്ങളൊന്ന് വ്യാഖ്യാനിക്ക്. കേട്ട വചനം നിങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് പോയി? നിങ്ങളകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യാപരിക്കുന്നുണ്ടോ? നിങ്ങളകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇപ്പോൾ വ്യാപരിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ അകത്തുണ്ട്. പക്ഷെ സാധാ കൊണ്ടുപോവാ. ചിലർ പറയാൻ നമുക്ക് ഭയങ്കര മറുപടി. അങ്ങനെയില്ല. ഞാൻ രഹസ്യം പറഞ്ഞുതരാം. ഇപ്പോൾ ആശുപത്രിയിൽ നേരിട്ട് ജോലി ചെയ്യുന്നവരില്ലല്ലോ. ഇവർക്ക് ക്യാഷിലല്ലേ നമ്മുടെ മുന്നിൽ സൗകര്യത്തോട് ചോദിക്കണേ. വേണ്ട, നമുക്കെന്നെ അറിയാലോ. ചിലപ്പോ പലി കൂർച്ചിച്ചാൽ പലി കൂർച്ചിച്ചാൽ ഒരിക്കൽ ഒരമ്മച്ചി സ്കൂള് മഴ പെയ്യുമ്പോൾ പോലും സ്കൂളിലെ അറിയാതെ കയറുന്നിട്ട് അമ്മച്ചിട്ടാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യം അറിയും ഒന്നും അറിയില്ല അമ്മച്ചിക്ക്. അമ്മച്ചി ഒരു വീട്ടിൽ പഠിക്കുന്നിരുന്നു. അമ്മച്ചിക്ക് പനി കൂടി, പനി മൂർച്ഛിച്ചു. അമ്മച്ചി പിച്ചും കാര്യം പറഞ്ഞു. ക്ലാസ് ഇംഗ്ലീഷ്, സാഹിബിന്റെ ഇംഗ്ലീഷ്. ഗ്രാമർ തെറ്റില്ല, അല്ലാതെ പിച്ചും കാര്യം പറയല്ല. ഉക്കരൻ ക്ലാസ്. കാരണം അമ്മച്ചിയുടെ സാഹിബിന്റെ വീട്ടിലാണ് പഠിക്കുന്നിരുന്നത്. സായിപ്പ് പലതൊക്കെ അമ്മച്ചി കേട്ടിട്ടുണ്ട്. തിരിച്ചു പറയാൻ കഴിഞ്ഞതൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അമ്മച്ചിക്ക് അത് എപ്പോഴാണ് പ്രയോജനപ്പെട്ടത്? പനി പൂർത്തിക്കണം. പിച്ചും പൈ പറഞ്ഞു വല്ലതൊന്നും ഉള്ളി വെക്കലട്ട. പിച്ചും പൈ പറഞ്ഞു നാട്ടുകാരും കൂടെ കേൾക്കും. ഞാൻ തമാശ പറയട്ടെ. അല്ലെങ്കിൽ പൊട്ടാസ്യം പറയട്ടെ, പൊട്ടാസ്യം ഉപ്പൊന്ന് പറയട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ല? ചിലർക്ക് പിച്ചും പൈയും ചിലർക്ക് പച്ചക്കറിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല? നല്ല മാന്യന്മാര്. അപ്പൊ എന്താ ചെയ്യാ ഡോക്ടർമാര്? കുറച്ച് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് പൊടിപ്പിക്കും. അവരൊക്കെ ചെയ്ത് നാശം തുടങ്ങി. ഇത് കേട്ടിട്ട് ഇതിന്റെ അകത്തുണ്ട്. പക്ഷെ ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ട്, അതിന് ധ്യാനിച്ചിട്ടില്ലാത്തത് കൊണ്ട്. നേരത്തെ നാം വായിച്ചല്ലോ, അയവർക്ക് മൃഗങ്ങളത്രേ ശുദ്ധിയുള്ളത്. ഹല്ലേലൂയ. കേൾക്കുന്നത് ബദ്ധപ്പാടോടുകൂടെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പുസ്തകം കൊണ്ടുവരണം, പേന കൊണ്ടുവരണം, എഴുതി വെക്കണം. അത് എഴുതി വെച്ചിട്ട് ഭാഷയുടെ മുമ്പിൽ ഞാൻ എഴുതുന്നത് കാണിക്കാനല്ല, വീട്ടിൽ പോയി തിരുവചനം തുറന്നിട്ട് പുസ്തകം എടുത്തു വെച്ചുകൊണ്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആ പറഞ്ഞ
പറഞ്ഞതും കേട്ടതും ധ്യാനിച്ച് നിങ്ങൾ നിങ്ങളുടേതായ ഒരു പുസ്തകത്തിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി വെക്കുന്നിടത്തോളം കാലം ഇല്ലെങ്കിൽ ശത്രുവിന് നിങ്ങളുടെ മേൽ അധികാരമുണ്ട്. സാത്താൻ കൊണ്ടുപോകുന്നു. സമയങ്ങൾ വേഗം പോകുന്നത് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ ഇപ്പൊ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഇപ്പോഴും ഓർമ്മ വന്നില്ല. ഈ 3 വാക്ക് ഞാൻ പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നതൊന്ന് കയ്യ വന്നിട്ട് ആരെങ്കിലും ഉണ്ടെന്ന് ഈ ചങ്കുകൊട്ടി പറഞ്ഞാലും ഗുണമുണ്ടോന്ന് അറിയാനാ ആർക്കുമില്ല. ദൈവം സഹായിക്കട്ടെ. നിങ്ങളെ പോലെ നല്ല കുട്ടികൾ ഭൂമിയിൽ ഉണ്ടാവില്ല. നിങ്ങളുടെ വെല്ലുവിളി വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ എന്ന് പറഞ്ഞാൽ, എന്നിട്ട് പോലും പൂരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അമ്മയപ്പന്മാര് കരഞ്ഞോളാം ഈ മക്കൾക്ക് വേണ്ടി. ചിലപ്പോൾ കരഞ്ഞാൽ പ്രതിശാന്തിയിൽ അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പച്ചയ്ക്ക് പറയുക, മടികൂടാതെ പറയുക, തലമുറകൾക്ക് വേണ്ടി കരഞ്ഞോളണം. അവർ ആത്മീക ജീവിതത്തെ പരിശോധിക്കണം. അവർ ക്രിസ്തുവിൽ നിലനിൽക്കുന്നത് അമ്മയപ്പന്മാർ അറിയണം. ചോറും കറികളും മാത്രമല്ല, ഇതെല്ലാം ഈ മണ്ണിലേക്ക് വിട്ടു പോകുന്നതിന് വേണ്ടിയാ. നിത്യതയ്ക്ക് വേണ്ടി അവർ ഒരുക്കാൻ നിങ്ങൾക്ക് കടപ്പാടുള്ളതിന്റെ പ്രതിബദ്ധാനത്തെ ദൈവം കണക്ക് ചോദിക്കും. വക്രത, ഞങ്ങൾക്ക് സമയം പോകുന്നതുകൊണ്ട് പറയുകയാണ്, വക്രതയും കോട്ടുമുള്ള ഈ തലമുറയിൽ അവരുടെ ഇടയിൽ, ആരുടെ ഇടയിൽ? വക്രതയും കോട്ടവും നിറഞ്ഞ അന്യായവും മയക്കുമരുന്നും മദ്യപാനവും വ്യഭിചാരവും അധാർമികതയും മോഷണവും സകല തിന്മകളും നിറഞ്ഞ ഈ ജനറേഷനിൽ, ഈ തലമുറയിൽ നിങ്ങൾ നിഷ്കളങ്കരും. ഇപ്പോഴും കുട്ടികളൊരാൾ വായൊന്നുമില്ല. കുട്ടികളൊരെണ്ണമായതൊന്നുമില്ല. മുതിർന്നവർ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ മനസ്സിലായി നിങ്ങളുടെ തോൽവി എവിടെയാണെന്ന്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവരെ മാത്രമല്ല, നിങ്ങൾ നോക്കി എന്റെ മുമ്പിലിരിക്കുന്നുണ്ടാ, ഞാൻ പുറകിൽ കൂടെ നോക്കി പറയാ, കുഞ്ഞുങ്ങളെ, എന്റെ പൊന്നു മക്കളെ, കർത്താവിന്റെ ഇടയ്ക്ക് പോകണ്ടേ? നമുക്ക് കർത്താവിന്റെ ഇടയ്ക്ക് പോകണം. നിങ്ങൾക്ക് അല്പകാലം കഴിഞ്ഞാൽ ഈ നല്ല ജീവിതം ആർക്ക് സഹിച്ചുകൂടാത്തൊരു ദിവസം വരുന്നുണ്ട്. പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു ദിവസം വരുന്നുണ്ട്. ആ ദിവസത്തെ കുറിച്ച് ദൈവസഭയോട് ബന്ധപ്പെട്ട അല്ലെങ്കിലും ആനുകാലിക പറയുന്നു, പുരുഷൻ പ്രസവിക്കുവാറുണ്ടോ? ഇല്ല. പിന്നെ എന്റെ ഏത് പുരുഷനും പ്രസവ സമയത്ത് ഒരു സഹോദരി ഇതുപോലെ നട്ടൊരു തണ്ടലുക കയ്യിൽ വെക്കുന്നു. സഹിക്കവയ്യാത്ത വേദന. ഒരു പ്രസവ വേദന എന്ന് പറഞ്ഞതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന. ആ വേദന സഹിക്കുന്നതിന് അമ്മ സഹോദരി 2 കൈകൾ കൊണ്ട് തന്നെ പുറപ്പിടിച്ച് ഞെക്കുന്നത് പോലെ ഒരു പുരുഷൻ, പ്രസവിക്കാത്ത പുരുഷൻ ഞെക്കത്തക്ക വേദനയുള്ള കഷ്ടത സമൂഹത്തിലേക്ക് നീ ജീവിക്കണമെന്നിന്റെ നടക്കുക. അവിടെ അതിനെ ജയിക്കണമെങ്കിൽ അകത്ത ദൈവശക്തി വേണ്ടേ? ദൈവകൃപ വേണ്ടേ? വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ അവരുടെ ഇടയിൽ പുറത്തോടി പോയിട്ടല്ല. വിശുദ്ധി എന്ന് പറഞ്ഞത് ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ മാത്രമേ വിശുദ്ധിക്ക് വേറെ അളവുള്ളൂ. ലോകത്തിൽ ഒരാൾ വിശുദ്ധൻ എന്ന് പറയാം. ലോകം മറ്റു മതങ്ങളെ കുറിച്ച് പറയാം. ഒരു ഹൈന്ദവ സന്യാസി വിശുദ്ധനായിരിക്കാൻ എങ്ങനെയാണ്? ജനങ്ങളിൽ നിന്ന് അകന്നു മാറി ഒരു പർണശാല കെട്ടി, ഒരു പ്രത്യേക സ്ഥലം കെട്ടി, അതിനകത്തിരുന്ന് അവർ ആരോട് സമ്പർക്കമില്ലാതിരിക്കുന്നു. അവരെ പുണ്യം കിട്ടേണ്ടവർ അവരടുത്ത് പോകുന്നു. അവർ ജനത്തിൽ നിന്ന് അകന്ന ജീവിക്കണം, ജനത്തിന്റെ നടുവിലല്ല. ലോകത്തിൽ ഏത് വിശുദ്ധന്മാരും അവൻ പ്രത്യേകമായി സ്ഥലമൊരുക്കി മറ്റുള്ളവരുമായി സമ്പർക്കമില്ലാത്ത സ്ഥലത്ത് മാറിയിരുന്ന് പശുവില്ലാത്ത ഓടുത്തിന് വൃത്തി പോലെ വിശുദ്ധരാകുമ്പോ ദൈവം നമുക്ക് തന്ന യേശു കർത്താവ് വചനം നമുക്ക് തന്ന വെല്ലുവിളി, ഇതിന്റെ നടുവിലാണ് ജീവിക്കേണ്ടത്. നീ ജീവിക്കേണ്ടത് ഇതിന്റെ നടുവിലാണ്. ഇതിന്റെ നടുവിൽ നീ ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി വിളങ്ങുക. ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ എന്റെ മക്കൾ തയ്യാറാണ്. ഇന്ന് മുതൽ തെറ്റുപറ്റിയത് പോട്ടെ. പൗലോസ് പോലെ പറയാൻ നമുക്ക് പുറകിലുള്ളതെല്ലാം മറക്കുക. ഈ മുന്നിലുള്ള ലാക്കിലേക്ക്, പാരമ്പര്യങ്ങളുടെ ലാക്കിലേക്ക് നേരോടെ വിശുദ്ധിയോടെ ഓടാൻ സഹായിക്കുക. കുഞ്ഞുങ്ങളെ, ഇതല്ല ജീവിതം. ജീവിതം വ്യത്യസ്തമാണ്. പണ്ടൊരു പെൺകുട്ടി
ഹല്ലേലൂയ. പ്രേമ വിവാഹം കഴിച്ചതാണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതും കൂടെ പറയാം, ഈ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് ആമേൻ, പ്രൈസ് ദി ലോർഡ്, നോഹയുടെ കാലഘട്ടത്തിൽ ദൈവം ജലപ്രളയം അയച്ചു. കാരണം എന്താ? ഞാൻ സ്വന്തമായിട്ടൊന്നും പറഞ്ഞത് ആരുടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ പോകാനും കൂടിയാണ്, ഒന്ന് കഴിയുമെന്നാണ് കിട്ടുന്നത്. നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയത്തിന് മുമ്പുള്ള അവസ്ഥയെ കുറിച്ച് പരിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ 5-6 അധ്യായത്തിലാണ് വരുന്നത്. 6 അധ്യായം വേദപുസ്തകം തുടങ്ങി 6 അധ്യായത്തിൽ സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ല. ദുർനടപ്പല്ലോ. അവർ ദുർനടപ്പെന്തായിരുന്നു? മനുഷ്യരുടെ പുത്രന്മാർ, ദൈവത്തിന്റെ പുത്രന്മാർ, മനുഷ്യരുടെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് ബോധിച്ചോണം തിരഞ്ഞെടുത്തു. തിരിഞ്ഞോ? നമുക്ക് ഞാൻ മക്കൾക്ക് തെറ്റുപറ്റാതിരിക്കാൻ ഞാൻ പറഞ്ഞു, മനസ്സിലായോ? ബോധിച്ചോണം തിരഞ്ഞെടുത്തു. ദൈവം ന്യായവിധിയായി ചിന്തന കേൾക്കുന്ന പ്രിയ പൈതങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നീ ഇപ്പോഴേ പ്രാർത്ഥിക്കണം. തക കൂട്ടാളിക്ക് വേണ്ടി അത് വചനം അനുശ്വാസിക്കുന്നു. പ്രാർത്ഥിക്കണം. നമ്മൾ കർത്താവേ, ഞാനൊരു കുടുംബ ജീവിതം ആരംഭിക്കുമ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. എന്തിനെ പ്ലസം തൊട്ടിട്ട് പ്രാർത്ഥിക്കണം. അതിന് അപാകതയൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാതെ ആവുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ഉത്തമ ഭാര്യയെ കിട്ടാൻ, ഒരു തക്ക കൂട്ടാളിയെ ഭർത്താവായി കിട്ടാൻ ദൈവം തിരഞ്ഞെടുക്കണം. കേട്ടോ, ദൈവം തിരഞ്ഞെടുക്കണം. പ്രൈസ് ദി ലോർഡ്. മുപ്പിരിച്ചരട് അറ്റുപോവില്ല. കേട്ടോ, ഏതെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കും. ഒരിക്കലും മുറിയാത്തൊരു സ്നാട അതിനകത്തുണ്ട്. ഒന്ന് പിരിച്ചു ചേർന്നു. സഹോദരിമാരെ ഒക്കെ അറിയാമല്ലോ, നിങ്ങളെ ഈ മുടി ഇപ്പോ ആർക്കാ പരിപാടി ഇല്ലല്ലോ, എല്ലാം മുറിച്ച് കളയല്ലേ. പണ്ടത്തെ അമ്മച്ചിമാരെ പ്രസവിച്ച് ഇവരുടെ ടീമിനോടൊക്കെ ചോദിച്ചില്ല, ഈ പണ്ട് വലിയ ഫാഷൻ എന്തായിരുന്നു? മുടി മെടഞ്ഞിടലല്ലേ. അപ്പൊ ആ മെടയുമ്പോഴുള്ള പ്രത്യേകത എന്താ? ഒരു അങ്ങനെ പറയാം, മനസ്സിലായി? കാര്യം മനസ്സിലാക്കാത്ത ആവശ്യമല്ലോ. ഒരു ഉണ്ട മറ്റേതിനോട് കിടിയുന്നു കൂട്ടി പിരിഞ്ഞ് എന്നിട്ട് അടിയിലൊരു ക്ലിപ്പും വെച്ചൊരു പൂവും വെച്ച സുന്ദരി കിടിയും, അല്ലേ? എന്നാൽ അത് 3 എണ്ണമാണെങ്കിലോ ഒന്നടിയുമ്പോൾ ഒന്ന് അവിടെ സപ്പോർട്ടായിരിക്കും. ഈ 2 എണ്ണത്തിൽ ഒന്നടിഞ്ഞാൽ പിന്നെ അത് പിടിക്കാൻ പറ്റുമോ? ഇല്ല. 3 എണ്ണമാണെങ്കിൽ ഒന്നിന്റെ പിടുത്തത്തിൽ നടന്നിരിക്കും. ആമേൻ. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും മാറാത്തൊരു ഇഴയുണ്ട്. അതാണ് കുടുംബ ജീവിതത്തിൽ സർവശക്തന്റെ സാന്നിധ്യം. മനസ്സിലായോ? അവിടെ കോട്ടങ്ങളില്ലായില്ല, പ്രശ്നങ്ങളില്ലായില്ല. പക്ഷെ ദൈവം അത് പരിഹരിച്ചു. അപ്പൊ ബോധിച്ചോണം. ഞാൻ എന്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയേ? ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായോ ദൈവമക്കളെ? അപ്പൊ നിങ്ങളുടെ വെല്ലുവിളി ഈ തലമുറക്കകത്ത്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നത് എങ്ങനെ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒരു സഹോദരി പറയുകയാണ്, നമ്മുടെ റോട്ടിൽ കൂടെ വന്ന മനുഷ്യൻ ആ ആൾ നല്ല വിശുദ്ധനാണ്. നിങ്ങൾ പോകുന്ന കാണുമ്പോൾ ആരെങ്കിലും പറയുന്നത് ഞാൻ പറഞ്ഞു, മനസ്സിലായോ നിങ്ങൾക്ക്? ഒരാൾ റോട്ടിൽ കൂടെ പോകുമ്പോഴേ വീട്ടിനകത്തിരിക്കുന്ന സഹോദരി പറയാ, നമ്മുടെ വഴി ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇയാളുണ്ടല്ലോ, ആ വിശുദ്ധനായ മനുഷ്യനാണ്. ഞാൻ കാനഡയിൽ പോയപ്പോഴേ രസകരമായ ഒരു കഥ കേട്ടു. ആ കഥ ഇതാണ്. ഒരു വേശി, എന്നെ പോലത്തെ ഒരു വേശി അവിടെ വന്നു. അവിടെ നമ്മള് വീട്ടിൽ നമ്മുടെ നാട്ടിലെ പോലെ എന്താണ് നാട്ടിൽ ഒളിച്ചു പോകാനൊന്നും പാടില്ല. അവിടെ എന്തും നടന്നിട്ട് നമുക്ക് അന്വേഷിക്കാൻ ചുമതലയില്ല. അത് കാര്യം ഉത്തരവാദിപ്പെട്ടവർ അന്വേഷിച്ചോളൂ. അവര് പാശ് പോകുമ്പോൾ ശബ്ദം കേട്ടു. മൂപ്പരവിടെ നിന്നു. മൂപ്പർക്ക് ഒരു കൗതുകം, ഇതെന്താന്ന് നോക്കാൻ. മൂപ്പരിങ്ങനെ കുറച്ച് മാറിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് ചെയ്തപ്പോണ്ട് പോലീസിന്റെ വണ്ടി വരുന്നു. ഉദ്ദേശിച്ചോട് കയറാൻ പറഞ്ഞു. ഉദ്ദേശിക്ക ഒന്നും ചെയ്തിട്ടില്ല. മൂപ്പരൊന്നും ചെയ്തിട്ടില്ല. മൂപ്പരോട് നിന്നിട്ട് ആ വീട്ടിലേക്ക് നോക്കിയത്. അവര് വിളിച്ചിട്ട് ചെല്ലാൻ ഞങ്ങളുടെ പഠിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് നോക്കുന്നത്. വഴിയെ പോകുന്നവൻ വിശുദ്ധനാണെന്ന് കാണാൻ, നിങ്ങളിൽ ഒരു വ്യത്യസ്തത കാണുവാൻ ലോകത്തിന് കഴിഞ്ഞിട്ടുള്ള ജീവിതം നയിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്റെ മക്കളെ, നിങ്ങൾ ആരെങ്കിലും നയിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ, കോളേജിൽ ചെല്ലുമ്പോൾ നിങ്ങളൊരു ദൈവവൈദ്യനാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വിഷയം നടക്കുന്ന നേരത്ത് കുന്നകുളത്തെ സർക്കിൾ ഓഫീസിന്റെ സർക്കിൾ ഒരിക്കൽ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു,
പാസ്റ്ററെ, ആമേൻ, ഹല്ലേലൂയ, ഞാൻ ഒരു മുസ്ലിം ആണെങ്കിലും ഞാൻ നിങ്ങളുടെ യേശുവിനോട് പ്രാർത്ഥിക്കുന്നേ. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹല്ലേലൂയ പോലീസ് ട്രെയിനിങ് ആയിരിക്കും, SI ട്രെയിനിങ്ങിലായിരിക്കുമ്പോൾ ഞാൻ എല്ലാ പരീക്ഷയിലും നോക്കും. എനിക്ക് അവസാനം ഞാൻ പുറത്തു പോകാനായി, ജയിക്കില്ലെന്ന് കണ്ടു. പക്ഷെ ഞാൻ വളരെ വിഷമിച്ച് ആത്മഹത്യയെ കുറിച്ചൊക്കെ ചിന്തിച്ച സമയമുണ്ട്. എന്റെ റൂംമേറ്റ് നിങ്ങളെ പോലത്തെ പെന്തക്കോസ്തുകാരനാ. അവൻ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, നീ പേടിക്കേണ്ടതാ, എന്റെ കർത്താവ് ജീവിക്കുന്ന കർത്താവ്, ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. മുസ്ലിമായ സഹോദരൻ, ആ സഹോദരന്റെ മുന്നിൽ രണ്ടുപേരും മുട്ടുകുത്തി. ആ യുവ വിശ്വാസി ഈ കർത്താവിനെ ഈ സർക്കിളിന്റെ തല കൈവച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ അഭിഷേകത്താൽ നടക്കണമേ. നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഔദാര്യമായി കൊടുക്കുന്ന കർത്താവിനെ ചോദിക്കട്ടെ എന്ന് വചനമുണ്ടല്ലോ. കർത്താവിനെ പ്രാർത്ഥിക്കാൻ അറിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നടക്കണമേ. മനസ്സിലായോ? അവിടെ നിന്ന് മുതൽ ഒരു പരീക്ഷയിലും ആ മനുഷ്യൻ തോറ്റിട്ടില്ല, ആ മുസ്ലിം സഹോദരൻ തോറ്റില്ല. അദ്ദേഹം പറയാണ്, അവന്റെ ദൈവം ഭയങ്കരൻ. ഏതെങ്കിലും ഒക്കേഷനിലൂടെ, ഏതെങ്കിലും സന്ദർഭത്തിലൂടെ നിങ്ങളുടെ അകത്തുള്ള ദൈവകൃപ പുറത്തു വന്നിട്ടുണ്ടോ മക്കളെ? നിങ്ങൾ എപ്പോഴെങ്കിലും യേശുവിനെ സാക്ഷിച്ചിട്ടുണ്ടോ? ഈ തലമുറയിൽ നിങ്ങളുടെ വെല്ലുവിളി യേശുവിനെ സാക്ഷിക്കണം. നിങ്ങളിലൂടെ യേശു വെളിപ്പെടട്ടെ. അല്ലെങ്കിൽ അതാണ് വിശുദ്ധി. പാപത്തോട് ദൈനംദിന ജീവിതത്തിൽ പോരാടി പാപശക്തിയെ ജയിക്കണം, അത് വിശുദ്ധീകരണം. 3 ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. സമയം പുഴയെ കടന്നുപോയി. 3-ാമത്തേത് തേജസ്കാരം. ശരീര വീണ്ടെടുപ്പാകുന്ന പുത്രത്വമെന്ന വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. നാം എല്ലാവരും അതങ്ങനെയാണ്. ഇനി പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിശുദ്ധീകരണം എന്ന പദത്തിൽ നാം ദൈനംദിനം മരണം വരെ അല്ലെങ്കിൽ കർത്താവ് വരെ നാം ജയിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ജീവിക്കുന്ന നമ്മെ പാപത്തിന്റെ സാന്നിധ്യം, പാപമില്ലാത്ത, മരണമില്ലാത്ത, രോഗമില്ലാത്ത, അകഷ്ടതയില്ലാത്ത ലോകത്തിൽ വലിയവനാകുന്ന കർത്താവ് നമ്മെ കൊണ്ടുപോകും. അതാണ് തേജസ്കരണം. അത് ഈ ശരീരത്തോടെയല്ല, മർത്യമായതും അമർത്യമായതും മണ്ണായതും ഇന്നോട് ചേർന്ന് കർത്താവിനോടുകൂടെ തേജസ്കരിക്കപ്പെട്ട് കൊടാനുകൂടി യുഗങ്ങൾ വാഴും. ആ സുവിശേഷത്തിലേക്ക് എത്തിക്കുവാനുള്ള ആ ആത്യന്തിക പരീക്ഷയുടെ പൂർത്തീകരണത്തിന് ആവശ്യമായ സുവിശേഷമാണ് പൗലോസ് റോമിൽ ഉദ്ദേശിച്ചത്. അതെന്താണെന്ന് നമുക്ക് അടുത്ത ആഴ്ച ധ്യാനിക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ. ആ സുവിശേഷത്തിന് 12 ഭാഗങ്ങളുണ്ട്. 12 ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ തന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട അല്ലെങ്കിൽ ആയിരിക്കേണ്ട വളരേണ്ട 12 ഭാഗങ്ങളുണ്ട്. കഴിയുമെങ്കിൽ നിങ്ങൾ അത് എഴുതിയെടുക്കുക. നിങ്ങൾ സ്വയമായി പഠിച്ച് അടുത്ത ഞായറാഴ്ച നമുക്ക് ധ്യാനിക്കാം. ഈ വചനങ്ങൾ അദ്ദേഹം നിങ്ങൾ അനുകരിക്കും. താങ്കൾ അവിടെ പ്രാർത്ഥിക്കാം.